ജുനൈസിന് വേണ്ടി GCTP മാറ്റി. ജുനൈസിന് വേണ്ടിയിട്ട് നമ്മൾ UAE-യിലേക്ക് വരെ ഈ GCTP എങ്ങനെ ജുനൈസിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന കാലിക്കറ്റ് ഇരിക്കുന്ന ഗൈഡ് എങ്ങനെ ജുനൈസിന് വേണ്ടിയിട്ട് കറക്റ്റ് ഡേറ്റിൽ GCTP അനൗൺസ് ചെയ്തു? ജുനൈസ് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ ചൂസ് ചെയ്യാന്നുള്ളതിനേക്കാളും എന്നെ ചൂസ് ചെയ്ത പോലെ എന്നുള്ളത്. ഞാനൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എവിടെ നിൽക്കുന്ന സമയത്തും നമുക്ക് ഒരു ചിന്ത വരും, ഇതല്ലല്ലോ, ഇതല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെ ചെയ്യണം എന്ന്. കിട്ടിയ തേങ്ങയോ? ഗൈഡിന്റെ അടുത്ത് ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഗൈഡിന്റെ അടുത്ത് തേങ്ങ കിട്ടിയിട്ടില്ല. അതായത് ഒരു റിലേഷൻഷിപ്പ് ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവന്റെ തന്നെ കുറച്ച് ഫ്രണ്ട്സുകളായിട്ടുള്ള ചെറിയൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ ജേർണലിങ് ചെയ്തു. അത് സെറ്റായി എന്ന് പറഞ്ഞു. പ്രവാസികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വർക്കിംഗ് പ്രോപ്പർ ആയിരിക്കില്ല. നമ്മൾ 4 മണിക്ക് എണീറ്റ് വർക്ക് ചെയ്യും. അന്നത്തെ ഡേ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പം പിറ്റേ ദിവസം 4 മണി വരെ വർക്ക് ചെയ്യേണ്ടി വരും. ഉറക്കം പ്രോപ്പർ ആയിരിക്കൂല, ഫുഡ് പ്രോപ്പർ ആയിരിക്കൂല. എന്ത് ഫേസിലാണോ നിൽക്കുന്നത് അതാണ് നമ്മൾ ഇവോൾവ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള റിയലൈസേഷനിലേക്ക് ഹോൾഡ് ചെയ്യാന്നുള്ളത്. ഞാൻ ഈ ചെയ്യുന്ന എന്റെ ലൈഫ് ഭയങ്കര പ്രശ്നമാണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ, ഈ ഒരു ഇമോഷനാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു ഗ്രോത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കൂല. എല്ലാ ആളുകളും തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സ്പിരിച്വാലിറ്റി ഇന്റഗ്രേറ്റ് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവമാണ്. അത് ഏത് മതക്കാരായിക്കോട്ടെ, മതമില്ലാത്ത ആളുകളായിക്കോട്ടെ, ആരാണെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലൊക്കെ ഒരു സംഭവം ഉണ്ട്. എന്ത് എങ്ങനെ സംഭവിക്കുക എന്നുള്ള ഒരു വൈ ഫാക്ടർ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ബിയോണ്ട് ദാറ്റ് എനി മാജിക് ക്യാൻ ഹാപ്പൻ അറ്റ് എനി മൊമെന്റ് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളും കൂടെയാണ് ഈ സ്റ്റോറി. സോ സമർപ്പിക്കുന്നു. ദുബായിൽ വെച്ചിട്ട് GCTP ഒക്കെ കഴിഞ്ഞ സമയത്ത് എന്റെ സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ കറന്റ് എന്റെ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഇറ്റ്സ് November 3. ഓക്കെ, നിയർലി പോയിന്റ് ആണ്. ബട്ട് അപ്പൊ ആ സമയത്ത് ആള് പറഞ്ഞൊരു സംഭവമുണ്ട്. ആള് അങ്ങനെ ഒരു ടെക്നോളജി പരമായിട്ട് ഭയങ്കരമായിട്ട് അഗ്രഗണ്യനാണ്, ബ്രില്യന്റ് ആണ് ആള്. പഠനത്തിൽ എന്താ കുറച്ച് ബാക്കാണ്. വൈ ഡു ഐ നീഡ് ദിസ്? ഇപ്പൊ തൊട്ടപ്പുറത്ത് വേറെ കുറെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അവർക്ക് തോന്നാത്ത എനിക്ക് എന്തുകൊണ്ടാന്ന് വെക്കുമ്പോൾ ദാറ്റ് ഈസ് ആർ കോളിംഗ്. പക്ഷെ അതിനെ പലർക്കും ട്രസ്റ്റ് ചെയ്യാനും അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് കേജ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന പോലെയാണ് പലരുടെ ലൈഫ് ഫീൽ ചെയ്തിട്ടുള്ളത്. വിശദം കേൾക്കാൻ ഒരു റെഡിയാണ്. ഇപ്പൊ ഇന്നലെ വരെ എനിക്ക് കൂടെ വന്നിട്ടുണ്ട്, ഇന്ന് ക്ലാസ് വെക്കല്ലേ. സാധാരണ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ സാധാരണ എന്താ ചിന്തിക്കുക, ഒന്നൊരു ഫ്രീ ഫയർ കളിക്കാനോ അല്ലെങ്കിൽ ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് ചിന്തിക്കുക. പക്ഷെ ഓരോട് പറയാണ് ഇന്ന് സെഷൻ ഉണ്ട്, ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു റെഡിയാണ്. Hi everyone, welcome back to yet another episode of our Coaching Insights. വളരെ റോ ആയിട്ടുള്ള അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കോച്ചിങ് ഇൻസൈറ്റ്സും കോച്ചിങ് ജേർണി എക്സ്പീരിയൻസസ് ഒക്കെ കേൾക്കാനായിട്ട് നിങ്ങളെ ഒന്നുകൂടെ നമ്മുടെ കോച്ചിങ് ഇൻസൈറ്റ്സിലേക്ക് വെൽക്കം ചെയ്യാണ്. സോ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന 2 ഗസ്റ്റുകളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ആദ്യമായിട്ട് ഹിസ് എ മൈൻഡ് ട്രെയിനർ, hypnotist and founder of MJM. So let me invite Mr. Junais for the show. Thank you. സോ അടുത്തതായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ഹിസ് എ മൈൻഡ് ട്രെയിനർ ആൻഡ് എ സ്പിരിച്വൽ സ്കോളർ. ആൾ ഓൾറെഡി സ്കോളർലി ലെവലിൽ നിൽക്കുന്നതിൻ്റെ ഇടയിലും എങ്ങനെയാണ് കോച്ചിങ്ങിലേക്ക് ആളുടെ കരിയറിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് ആളുടെ ജേണിയിലൂടെ കേൾക്കാമെന്നുള്ളതാണ്. സോ ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ ഇസ്മായിൽ തലച്ചിറ ഫോർ ആ കോച്ചിങ് ഇൻസൈറ്റ്സ്. താങ്ക് യു. സോ യെസ്, കമ്മിങ് ബാക്ക് ടു യുവർ ജേർണി. രണ്ടുപേരും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് കോച്ചിങ്ങുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഫീൽഡിൽ നിന്നാണ് ഇങ്ങനെ കരിയർ ചൂസ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ വാട്ട് മെയ്ഡ് യു ഡിസൈഡ് കോച്ചിങ് ആസ് എ കരിയർ രണ്ടാളും? സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ജുനൈസ്. ഞാൻ ചെറുപ്പം മുതലേ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇന്ന രീതിയിലൊക്കെ പോകണം, ഇന്ന ഏജിൽ ഇന്ന ഒരു പൊസിഷനിൽ എത്തണം, അതിനുശേഷം ഇന്ന സംഭവം, പിന്നെ കോച്ചിങ്ങിലേക്ക് വരണം, കോച്ചിങ്ങിൽ ഇത്ര എക്സ്പ്ലോർ ചെയ്യണം, ഇങ്ങനെയൊന്നും ഒരു പ്ലാനേ ഇല്ലാത്ത ഒരാളായിരുന്നു. എസ്പെഷ്യലി ഒരു ഗോളില്ലാത്ത, ഒരു വിഷനറി ആയിട്ടുള്ള ഒരാളെ, ഒരു തിങ്കിങ് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. ബട്ട് നമ്മൾ പറയില്ല, ചിലതൊക്കെ നമ്മൾ ചൂസ് ചെയ്യും, എന്നാൽ മറ്റ് ചിലതൊക്കെ നമ്മളെ ചൂസ് ചെയ്യുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത് കോച്ചിങ് അല്ലെങ്കിൽ ഈ ഒരു പേർപ്പസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ജേണി അത് എന്നെ ചൂസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കാറുള്ളത്. ബ്യൂട്ടിഫുൾ. ആൻഡ് ഹൗ അബൌട്ട് ഇസ്മായിൽ, എങ്ങനെയാണ് ഈ ഒരു ജേണിയിലേക്ക് എത്തിയിട്ടുള്ളത്? ഈ ജേണിയിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ പറയാൻ തുടങ്ങുന്നത് 2022 ജൂണിലാണ് GC സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് 5 ദിവസം മാത്രമാണ് GC ഉള്ളത്, മീൻസ് ഫസ്റ്റ് ആ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലിങ്ങനെ പോണ സമയത്ത് തന്നെ ഗൈഡിൻ്റെ ഓരോ സംസാരം കേട്ട സമയത്ത് ഇവിടെ എന്തോ സംതിങ് ഡിഫറെൻറ്റ്, ഇവിടെ എന്തോ ഒരു റെയർ ആയിട്ട് എന്തോ സംഭവം നടക്കുന്നുണ്ടെന്നുള്ള ഫീലിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈഫിൽ ഒരു സ്ട്രഗിലൂടെ പോയ സമയത്താണ് ഈ GCയിലേക്ക് തന്നെ വരുന്നത്. ഹുസ്നാനസിന് വഴിയാണ് GCയിലേക്ക് വരുന്നത്. അങ്ങനെ മെൻറ്ററായിട്ടുള്ള ഷിയാസിനാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷിയാസിനെ കണക്ട് ചെയ്യുന്നു, ഈ GC കാര്യങ്ങൾ ചെയ്യുന്നു. അന്ന് GC ചെയ്യുന്ന സമയത്ത് എൻ്റെ സാലറി 14K ആണ്. അതിൻ്റെ നേരെ പകുതിയാണ് GCയുടെ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ
ആലോചിച്ച് ഇതിപ്പോൾ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇങ്ങനെ ഹുസ്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് GC ചൂസ് ചെയ്തത്. ആ സമയത്ത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ GC ചെയ്യാണെന്നുള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ട് അന്ന് ജോലി ചെയ്യുന്നത് ഒരു പള്ളിയിലാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫേവറേറ്റുള്ള സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അവനോട് ഷെയർ ചെയ്യുന്നത്, ഞങ്ങളിങ്ങനെ പുറത്തു പോയി വരുന്ന സമയത്താണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് പിരാന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റായിട്ട് ആ ഒരു പിരാന്ത് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അവിടെ നിന്നാണ്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അത് സംതിങ് ഹ്യൂജ്, എന്തോ ഒരു ലൈഫിൽ എന്തൊക്കെ നടക്കാനുള്ള ഒരു തുടക്കമായിരുന്നു എന്നുള്ളത്. അവിടുന്നാണ് ശരിക്കും യാത്ര തുടങ്ങുന്നത്. ഒരിക്കലും GC ചെയ്യുന്ന സമയത്ത് ഒരു കോച്ചാവണം, ഇങ്ങനെ എന്തൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള സംഭവം ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഗൈഡ് 3-ാമത്തെ ദിവസമാണ് തോന്നുന്നത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ യൂണിവേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് ഗൈഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഞാനൊരു അവസാനത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഗൈഡിനോട് ഡയറക്റ്റായിട്ട് ചോദിച്ച് സാധാരണ ഗൈഡ് ഓഫാക്കി പോകുമല്ലോ വീഡിയോ. പക്ഷേ അത് കഴിഞ്ഞ് ചോദ്യം ചെയ്തായിരുന്നു, ഇത് നമ്മൾ എത്ര യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനപ്പുറത്തേക്ക് ഒരു ശക്തി വേണം ഇതിൻ്റെയൊക്കെ പുറകിൽ. അപ്പോൾ ഗൈഡ് കറക്റ്റായിട്ട് വീഡിയോ മോഡിൽ വന്നിട്ട് തന്നെ ഗൈഡ് അതിന് മറുപടി വന്നു. 3-ാമത്തെ ദിവസമാണത്. ഗൈഡ് പറഞ്ഞത് ഞാൻ എൻ്റെ GCTPയിൽ വരുന്ന ആളുകൾക്ക് അത് ക്ലിയർ ആക്കി കൊടുക്കലുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്ന സമയത്ത് ഇതിൻ്റെ പിന്നിൽ മീൻസ് യൂണിവേഴ്സിന് ഒരു പരിധി ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ചോദ്യം ഉണ്ടാവും, യൂണിവേഴ്സ് എവിടുന്ന് വന്നു എന്നുള്ള ചോദ്യം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പിറകിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ എന്നുള്ള സംഭവം ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നിങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്ത് ഗൈഡ് പറയുന്ന ഓരോ സംസാരത്തിലും ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഈ ഒരു യാത്ര തുടങ്ങുന്നത്. ഉറപ്പായിട്ടും GC ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കരുതിയിട്ടില്ല. അതിനുശേഷമാണ് പിന്നെ നമ്മളെ മെഗാ ഇവന്റ് സംഭവിക്കുന്നത്. 2022 മെഗാ ഇവന്റ് സംഭവിക്കുന്നത്. അതിൽ ആ സമയത്ത് നമ്മളെ കോച്ചസും എല്ലാവരും ഗൈഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും പുറകത്തെ റോലാണ് ഇരിക്കണമെന്നുണ്ടായിരുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടാണ്, മെഡിറ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല, ലേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം അവിടെ ചെന്ന സമയത്ത് ഇതിങ്ങനെ കാണുന്ന സമയത്ത് അപ്പൊ പോലും മനസ്സിലില്ല കോച്ച് ആവണം എന്നുള്ള ഒരു സംഭവം മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ലെവലിലേക്ക് പോയതാണ് അന്ന് ലീവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് അതിനൊക്കെ ശേഷമാണ് പിന്നീട് ദുബായ് GCTP അനൗൺസ് ചെയ്ത സമയത്താണ് എന്താ ചെയ്താൽ ഓക്കെ ആയിരിക്കുമല്ലോ എന്നുള്ള സംഭവം വന്നത്. അങ്ങനെയാണ് പിന്നെ കുറേ സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, അതായത് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ജസ്റ്റ് GC എന്നുള്ളത് ഈ വലിയൊരു കൊട്ടാരത്തിലേക്കുള്ള എൻട്രി മാത്രമാണ്. അത് മനസ്സിലാവണത് മെൻറ്ററിങ്, GCTP, ഗൈഡിനോടുള്ള പരിചയം, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ആ ഒരു മെഗാ ഇവന്റിന് ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. അതായത് ഗൈഡിനെ ഇപ്പോൾ നമ്മൾ ഗൈഡിനൊക്കെ ആ ഒരു ഹൈ ലെവലിൽ കാണുന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചിന്ത ഉണ്ടാവും. ഇപ്പോൾ ഗൈഡിനെ ഞാൻ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്, ആദ്യമായിട്ട് ഗൈഡിനെ മീറ്റ് ചെയ്യാണ്. ഡയറക്റ്റായിട്ട് ഗൈഡിനെ കാണുന്നത് ലേമെറിഡിയനിൽ വെച്ചിട്ടാണ്. 2022 ആ ഒരു സമ്മിറ്റിൽ, എന്തായിരുന്നു ഇവന്റിൽ, ആ ഇവന്റിൽ വെച്ചിട്ടാണ് ഗൈഡിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈഡ് ഇങ്ങനെ ചാടുക്കുന്ന സമയത്താണ് ചെന്നത്. ഷിയാസ പരിചയപ്പെടുത്തിയത്. ഞാൻ ഇസ്മായിൽ എന്തൊക്കെയാണ് വർത്താനം. അപ്പോൾ ഞാൻ അങ്ങനെ വണ്ടടിച്ചിരിക്കുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ അത്രയും വലിയൊരു ലെവലിൽ കാണുന്ന ആൾക്ക് നമ്മളെ പേരറിയും, അതും ആ 5 ദിവസത്തെ പരിചയമുള്ളൂ. 5 ദിവസമേ ഉള്ളല്ലോ GC. അതിന് മുമ്പ് പിന്നെ വേറെ സെഷനിൽ അങ്ങനെ കണ്ട് പരിചയം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരാൾ പേര് വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ തന്നെ വണ്ടടിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അവിടുന്നൊക്കെയാണ് യാത്ര തുടങ്ങുന്നത്. യാത്ര കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതാണ് ശരിക്കും പറയാൻ ഗൈഡിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി എൻ്റെ ഇൻട്രോ മീൻസ് ഈ ഒരു ഏരിയയിൽ പറയണമെന്നുണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയിട്ടാണ് ഗൈഡിനെ മീറ്റ് ചെയ്തത്. ഞാൻ ഗൈഡിനെ മീറ്റ് ചെയ്തത് ഈ GC അതുപോലെ GC ചെയ്യുന്ന സമയത്ത് GCന്റെ പേയ്മെന്റ് ഒക്കെ പറഞ്ഞ സമയത്ത് എനിക്കും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ വന്നു കേട്ടോ. കാരണം പേയ്മെന്റ് അന്ന് ഞാൻ ചെയ്തത് 7500 രൂപക്കാണ് ചെയ്തത്. അന്ന് ഫുൾ പേയ്മെന്റിൻ്റെ അടുത്ത് ചെയ്യാൻ എൻ്റെ കയ്യിലില്ലാഞ്ഞിട്ട് ഞാൻ 2 തവണകളായിട്ടൊക്കെ ചെയ്തത്. അപ്പം ആ സമയത്ത് ഗൈഡിന്റെ 2ാമത്തെ ഡേ, സെക്കൻഡ് ഡേയിൽ ഞാൻ ഗൈഡിനെ ഇങ്ങനെ വാച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. എന്താണ് ഗൈഡിൻ്റെ ഇതിങ്ങനെ ഗൈഡ് ഇങ്ങനെ 2 hour ഭയങ്കര ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എങ്ങനെയായിരിക്കും ഈ അങ്ങനെ സംസാരിക്കുന്നത്, ഗൈഡ് ഇങ്ങനെ സംസാരിക്കുന്നുള്ളൊരു ക്യൂരിയോസിറ്റിൻ്റെ മൈൻഡിൽ വന്നു. അപ്പം ഞാൻ GC ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു നോട്ട് ഉണ്ടായിരുന്നു. അപ്പം ആ നോട്ടിൽ ഞാനിങ്ങനെ എഴുതി വെച്ചു, എനിക്ക് ഗൈഡിനെ കാണണം, ഗൈഡിനെ നേരിട്ട് മീറ്റ് ചെയ്യണം എഴുതി. അങ്ങനെ ഞാൻ എൻ്റെ മെൻറ്ററായിട്ടുള്ള അജിലിഷ മാമിനെ കണക്ട് ചെയ്തു. ആഫ്റ്റർ ഇപ്പോഴും ഗവൺമെൻറ് 2022 ഡിസംബർ 25 ഒരു ക്രിസ്മസിൻ്റെ എന്നാണ് ഞാൻ ഇവിടെ നമ്മളെ കാലിക്കറ്റ് ഇപ്പം നമ്മളെ സമ്മിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഹോട്ടലിൽ വന്നിട്ട് ഗൈഡിനെ മീറ്റ് ചെയ്യുന്നത്. ആ സമയത്തും എനിക്കുണ്ടായിട്ടുള്ളത് ഏകദേശം സെയിം എക്സ്പീരിയൻസ്. അതായത് ഇപ്പം ഞാനും ഇസ്മായിലും എങ്ങനെയാണ് നമ്മൾ ഒരേ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പം നമ്മളൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇതുപോലെ ഞാൻ നമ്മളെ ഗൈഡുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗൈഡ് ഭയങ്കര ഒരു കണക്ഷനോട് കൂടി എന്നോട് സംസാരിക്കുന്നത്.
ഓക്കെ ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയുണ്ട് ഗൈഡിനെ മീറ്റ് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നോട് എൻ്റെ മെൻറ്റർ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോട് ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഈ പറഞ്ഞ പോലെ നമ്മൾ GCയിൽ കാണുമ്പം ഇത്ര വലിയൊരു സ്ഥാപനം കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ആളുകളെ ഗൈഡ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ആളെടുത്ത് ചെന്ന് ഇരുന്ന് നോക്കുമ്പം ആള് നമുക്ക് ഭയങ്കര കംഫർട്ടാക്കിയിട്ട് ഭയങ്കര ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു ഹോംലി ഒരു ഫ്രണ്ട്ലി ഫീലിംഗ് ആണ് എനിക്ക് ഗൈഡിനെ മീറ്റ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഗൈഡിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇറ്റ്സ് നമ്മളിങ്ങനെ എങ്ങോട്ടാ പോകേണ്ടതെന്നൊന്നും അറിയില്ല, ആ സമയത്ത് ഗൈഡ് ഇങ്ങനെ ഒരു ടോർച്ച് അടിച്ചിട്ട് ഇങ്ങനെ അത് ആ വഴി ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും ഗൈഡിനെ പറ്റി. ഞാൻ പറഞ്ഞല്ലോ ഒരു വിഷനോ അല്ലെങ്കിൽ ഒരു ഗോളോ ഒന്നും ഇല്ലാത്തൊരു പേഴ്സൺ ആയിരുന്നു ഞാൻ. ബട്ട് ഗൈഡിനെ മീറ്റ് ചെയ്ത സമയത്ത് എവിടേക്കോ ചെറുതായിട്ട് എൻ്റെ ഉള്ളിലുള്ളത് ഗൈഡ് എനിക്ക് പിക്ക് ചെയ്തിട്ട് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മുന്നേ എനിക്കിങ്ങനെ ആളുകളെ മനസ്സിനെ പറ്റി പറയുക അല്ലെങ്കിൽ ആളുകളെ മനസ്സിനെ പറ്റി പഠിക്കുക, അവർക്ക് അതിനെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി കൊടുക്കുക, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആയിട്ട് ഞാൻ ഒരു സമയം മുതലേ ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അപ്പം അതിനൊന്നും കൂടി ക്ലാരിറ്റി തന്നത്, അതിന് ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നൊക്കെ ഓപ്പൺ ആക്കി തന്നത് ഗൈഡാണ് എന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. അപ്പം എനിക്ക് തോന്നുന്നു ജുനൈസ് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ചൂസ് ചെയ്യാന്നുള്ളതിനേക്കാളും എന്നെ ചൂസ് ചെയ്ത പോലെ എന്നുള്ളത്. നിങ്ങൾ സംസാരിച്ച സമയത്തും അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് പോലെ ഫീൽ ചെയ്തു. അപ്പം ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയുന്നുണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ വേൾഡിൽ വാസ്റ്റാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഓപ്പർച്യൂണിറ്റീസും. എസ്പെഷ്യലി കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ദർ വിൽ ബി എ സ്പാർക്ക് പോയിന്റ്, എനിക്കിത് മതി എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന ഒരു പോയിന്റ്. നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? ഇറ്റ്സ് എൻ്റെ ലൈഫിൽ പറയണം, അതായത് ഈ ഒരു കോച്ചിങ് എന്നുള്ള ഒരു ഏരിയയിലേക്ക് ഞാൻ ഇറങ്ങാൻ, ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ്ലി ഗൈഡാണ്. വൈ എന്ന് പറഞ്ഞാൽ ഗൈഡ് ത്രൂ ഒരുപാട് ആളുകളെ ലൈഫിൽ ചേഞ്ച് വരുന്നത് ഞാൻ നേരിട്ട് കാണാം. അതായത് എൻ്റെ കൂടെ GC ചെയ്ത ആളുകൾ, അതിന് മുമ്പുള്ള ആളുകളെ എക്സ്പീരിയൻസ്. ഇപ്പം നമ്മളെ ഫ്രീ ആയിട്ട് എല്ലാ സൺഡേസും നമ്മളെ ടീം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷനാണ് ഗൈഡ് ടോക്ക്. ഇതിൽ വരുന്ന ആളുകൾ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഏഡിയൻ ടോക്സിനൊക്കെ പരിചയപ്പെട്ട ആ ഒരു സ്റ്റാർട്ടിങ്, നമ്മുടെ ടീമിലേക്കൊക്കെ വരുന്ന സ്റ്റാർട്ടിങ് ടൈമിൽ ഞാനൊരു GT കണ്ട സമയത്ത് അതിലൊരാൾ എക്സ്പീരിയൻസ് പറഞ്ഞു. ഒരു 10, 20, 21 വയസ്സുള്ളൊരു ബോയ് ആണ്. ആൾ പറഞ്ഞ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, ഗൈഡ് ഞാനിങ്ങനെ GTയിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജേർണലിങ്ങിനെ പറ്റിയിട്ട്. ഞാൻ അങ്ങനെ ജേർണലിങ് ചെയ്തു, അത് വർക്ക് ചെയ്തു. അതായത് ഒരു റിലേഷൻഷിപ്പ് ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവൻ്റെ തന്നെ കുറച്ച് ഫ്രണ്ട്സുകളായിട്ടുള്ള ചെറിയൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ ജേർണലിങ് ചെയ്തു, അത് സെറ്റായി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്നെ എന്താ ഇതിപ്പോൾ ഇങ്ങനെ വർക്കാവുന്നത്, അതിപ്പോൾ ഇങ്ങനെ ഗൈഡ് ത്രൂ ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഗൈഡിൻ്റെ അടുത്ത് എത്തിയാൽ, ഗൈഡിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന ആളുകൾക്കും ഇതുണ്ടാവുമല്ലോ. ഞാനിത് കഴിഞ്ഞു, ആഫ്റ്റർ ആളുകൾക്ക് ജേർണലിങ് പറഞ്ഞു കൊടുക്കുന്നു, ആളുകൾ ഇത് ജേർണലിങ് പ്രാക്ടീസ് ചെയ്യുന്നു, എൻ്റെ അടുത്ത് വന്നിട്ട് ഇതേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, ഞാനത് ചെയ്തു, എൻ്റെ റിലേഷൻഷിപ്പിൽ ഇപ്പം എനിക്ക് ഇന്ന മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണോ കയറിയത്? ഈ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് നോട്ട് ഇൻ എ ബോയ് ഗേൾ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം ഈ റിലേഷൻഷിപ്പ് ഓക്കെ നോട്ട് ഓൺലി പാരൻസ്. ഇപ്പൊ എൻ്റെ ബാച്ചിലുള്ള ഇപ്പൊ ഞാൻ ഡയമണ്ട് മൈൻഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ മെജോറിറ്റി ആളുകളും ഹൗസ് വൈഫാണ്, പാരൻസ് ആണ്. അപ്പം ഈ പാരൻസിന്റെ സ്ട്രഗിൾസിലും നമ്മൾ പറയില്ലേ, ചില മെഡിസിൻസ് യൂണിവേഴ്സലാണ്. അത് റിലേഷൻഷിപ്പിലായാലും പാരന്റിങ്ങിലായാലും ബിസിനസ്സിലായാലും അത് എവിടെ യൂസ് ചെയ്താലും ആ മെഡിസിൻസ് ഓക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്ക് ഗൈഡിന്റെ അടുത്ത് നിന്ന് ആ ഒരു എലമെന്റ് കിട്ടിയെന്നുള്ളതാണ്. നിങ്ങളെ കേസിലോ ഹൗ അബൌട്ട് യു? ചോദ്യം മറന്നോ? അതായത് എന്തായിരുന്നു നമ്മള് ചോദിച്ചത്? ചോദ്യം എന്താണ്? നമ്മുടെ ലൈഫിലുണ്ടായി കോച്ചിങ്ങിലേക്ക് ദിസ് കരിയർ എനിക്ക് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു കോർ എലമെന്റ്, കോർ മൊമെന്റ് അത് എവിടെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എവിടെ നിൽക്കുന്ന സമയത്തും നമുക്ക് ഒരു ചിന്ത വരും, ഇതല്ലല്ലോ, ഇതല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെ ചെയ്യണം എന്ന് തോന്നും. കാരണം എന്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ പോർഷൻ എന്റെ തീരൂല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു വരി വായിച്ചിട്ട് കുട്ടിയോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ കുറെ കണക്ട് ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ളത്. അന്ന് മുതലേ ടീച്ചിങ് ഫീൽഡിൽ അങ്ങനെ. അപ്പം അവസാനത്തെ എക്സാമിന്റെ ആ സമയത്തേക്കായിരിക്കും ഒരു കുട്ടിക്കലാശായിരിക്കും അവിടെ സംഭവിക്കുക, തീരൂല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കി കാണുന്നത് എനിക്ക് പുസ്തകത്തിലുള്ള അതേപോലെ പറഞ്ഞു കൊടുക്കാൻ അതിന് നമ്മൾ ആവശ്യമില്ലല്ലോ. കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, യൂട്യൂബോ ഗൂഗിളോ ഏത് നോക്കുകയാണെങ്കിലും കുട്ടികൾക്ക് പഠിക്കാം. പക്ഷെ
എൻ്റെ ക്ലാസ് അധികം പോവാ എനിക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കണം ഓരോ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചം നിരീക്ഷിക്കാൻ മീൻസ് ഈ വാന നിരീക്ഷണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്തോ ഒരു മുമ്പേ ഇഷ്ടമാണ്. ഗ്ലോബ് നോക്കുക, അറിയില്ലെങ്കിൽ കൂടി ജസ്റ്റ് തിരിച്ചു നോക്കുക എന്നുള്ളതൊക്കെ എന്താണ് ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ്. അപ്പം അങ്ങനെയാണ് അവിടെ നിൽക്കുന്ന സമയത്ത് പിന്നെ കൂടുതലായിട്ട് ടൈം നമ്മൾ അതുമ്പോൾ തന്നെയാണ്. അപ്പം ഇങ്ങനെ ചിന്ത വന്നതാണ്. മുമ്പേ ഉണ്ട് സാധാരണ നമ്മൾ പറയാലോ നമ്മൾ തേടുന്നു നമ്മളെയും തേടുന്നു എന്നുള്ള സംഭവം. മുമ്പേ ഈ ചിന്ത ഉണ്ട് ഇതല്ല എനിക്ക് ചെയ്യേണ്ടത്, അത് നമ്മളൊരു ക്ലോസ്ഡ് സർക്കിൾ നമ്മൾ ഇട്ടിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ പോകേണ്ടത് എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ ആളുകളെ കാണണം, കുറേ ആളുകൾ മീറ്റ് ചെയ്യണം, കുറേ ആളുകളോട് സംസാരിക്കണം. ആ ഒരു ചിന്തയിൽ നിന്നാണ് ആ കോച്ചിങ് നല്ലൊരു ഇൻട്രസ്റ്റ് ആണല്ലോ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുള്ളത്. അങ്ങനെയാണ് പിന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. പുസ്തകത്തിനപ്പുറത്ത് ഹൃദയം കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാവണം, പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ്. അതാണ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അറിയാം, ഓൾറെഡി എന്നെ പരിചയമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാൻ മതി. ഞാൻ ഒരുപാട് പ്രൊഫഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഏരിയ ടച്ച് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളെ ഏറ്റവും ലോ ലെവൽ എന്ന് പറയല്ല, ഏറ്റവും ബേസ് ലെവലിൽ തുടങ്ങിയിട്ടുള്ള വർക്കുകൾ മുതൽ ഇപ്പം 30 രൂപ ഡെയിലി ഏണിങ്സ് കിട്ടുന്ന വർക്ക് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ 10ാം ക്ലാസ് ഒക്കെ പൊതുവെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. 10ാം ക്ലാസ്സിന്റെ ഒരു 2 മന്ത് അല്ലെങ്കിൽ ഒരു 3 മന്ത് ഗ്യാപ്പ് ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചെക്കന്മാരൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് എവിടെയെങ്കിലും ഷോപ്പിലോ ബാക്കിയുള്ള ഏരിയയിലൊക്കെ പോയിരുന്നിട്ട് എവിടെന്നെങ്കിലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കും, പാർട്ട് ടൈം ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാം. ബട്ട് ഞാൻ ഈ അടുത്ത് ഇങ്ങനെ ആലോചിച്ചത് ആ ക്യാഷ് എന്തിനാ ഉണ്ടാക്കിയെന്നുള്ളൊരു പേർപ്പസ് അല്ലേ. ഇനി ഇപ്പൊ നമ്മളൊരു ക്യാഷ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവല്ലോ, ഇപ്പൊ ഒരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഇന്നൊരു സംഭവം ചെയ്യണം, ഒരു കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങണം. ഞാൻ അന്ന് അങ്ങനെ പോയതിന് എനിക്ക് പ്രത്യേകിച്ചൊരു ഇന്റൻഷൻ ഇല്ല ഇനി. ബട്ട് ഇപ്പൊ ഇങ്ങനെ ക്ലാരിറ്റി വരുന്നത് എന്താ വെച്ചാൽ അന്ന് അവർ ചെയ്തത് ഞാനും മിറർ ചെയ്ത് ചെയ്തു എന്നുള്ളത് മാത്രം. അങ്ങനെ ആ ലെവലിൽ തുടങ്ങിയിട്ട് ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സൂപ്പർവിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, PR ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഇന്റേതല്ല എന്ന് തോന്നുകയും ചെയ്യും. മാത്രമല്ല എനിക്കതിൽ ഭയങ്കര ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് മെല്ലെ അത് കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് പുറത്ത് ചാടി അടുത്തത് അങ്ങനെ ഒരുപാട് ട്രയൽ ചെയ്തിട്ട് അവസാനമാണ് ഇവിടെ എത്തുന്നത്, അതായത് ഈ ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയിൽ എത്തുന്നത്. എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് ബാക്കിയുള്ള ഞാൻ ഏകദേശം കൗണ്ട് ചെയ്ത് പറയല്ല, ഒരു 10-30ഓളം ഏരിയാസിൽ ഞാൻ പല രീതിയിൽ പല മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ ഒരു സംഭവത്തിൽ ഷെയർ ചെയ്ത സമയത്ത് എന്നോട് ഒരാൾ പേഴ്സണലി കണക്ട് ചെയ്ത് ചോദിച്ചു, ആ 30 ഏരിയാസ് ഒന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ പിറ്റേന്ന് വീട്ടിൽ പോയിരുന്നൊന്നും ഇങ്ങനെ എഴുതി നോക്കി. അപ്പൊ 30 തികയുന്നില്ല, 20 എത്രയോ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു 30 തികഞ്ഞിട്ടില്ല, ഏകദേശം എത്ര ഉണ്ട്, 1000 സംതിങ് ഉണ്ട്. അപ്പൊ അതുപോലെ ഈ ഏരിയാസിലൊക്കെ ഞാൻ പോയ സമയത്ത് എനിക്ക് ഉള്ളിൽ നിന്നുണ്ടായിട്ടുള്ളൊരു പുഷ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇവിടെ ഒരു കംഫേർട്ട് ഫീൽ, അതായത് ഇത് നമ്മളെ ഏരിയ ആണ്. ഇപ്പൊ നമ്മളെ വീട്ടിൽ പോകുമ്പോൾ നമുക്കൊരു കംഫേർട്ട് ഉണ്ടാവും. ഇപ്പം ഞാൻ ഇവിടെ ഓഫീസിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാനൊരു വേറൊരു പേഴ്സന്റെ വീട്ടിൽ പോയിരിക്കുന്ന സമയത്തോ അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു കംഫേർട്ട് ഉണ്ടാവുമല്ലോ. ആ ഒരു ഫീലാണ് എനിക്ക് പൊതുവെ ഞാൻ ഈ ഒരു ട്രെയിനിങ് മേഖലയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാവാറുള്ളത്. ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പലരും ഇങ്ങനെ ഒരു ബേസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പോലെയാണെന്നുള്ളത്. ദാറ്റ്സ് ഗ്രേറ്റ്. ജനേഷ് ഇപ്പോൾ പറഞ്ഞ കാര്യത്തിലേക്ക് ഒരു കാര്യം അഡീഷണലി ആഡ് ചെയ്യാണ്. ഒരുപാട് മേഖലയിൽ പോയി പല രീതിയിൽ വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഇൻ ബിറ്റ്വീൻ ഞാൻ മറന്നുപോയി. ഓക്കെ, ഞാൻ ഇതിലേക്ക് തന്നെ കണക്ട് ചെയ്തൊരു സംഭവം കൂടി ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ജനീസ് ഒരുപാട് ഫീൽഡിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് പേരുണ്ട് ഇതേ സെയിം ഫേസിൽ നിൽക്കുന്നവർ. ഇപ്പോൾ 2 പേരുടെ കേസ് അത് തന്നെയാണ്. ഓൾറെഡി ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നു, സ്റ്റേബിൾ ഇൻകം ആണ്, സ്റ്റേബിൾ ആയിട്ടുള്ള നിൽക്കുന്നത്. അതിപ്പോൾ ഹൈ ആണോ ലോ ആണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ഒരു സ്റ്റേബിൾ ആണ്, നമ്മൾ കംഫർട്ടാണ്. അപ്പം അതിന്നൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു സംഭവം തുടങ്ങാൻ എല്ലാത്തിനും ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവ് വേണമെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പലർക്കും പറ്റുന്ന ഒരു സംഭവമല്ല. വാട്ട് വാസ് യുവർ കറേജ് പോയിന്റ് ടു ബ്രേക്ക് ഓൾ യുവർ കംഫർട്ട് ആൻഡ് സ്റ്റെപ്പ് ഇൻ ടു സംതിങ് ന്യൂ? അത് ഇതുമായിട്ട് കണക്റ്റഡ് അല്ല, എന്നാലും ഞാൻ അതും കൂടി പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പറയും ഡിസിപ്ലിന്റെ പെയിന്. ആ ഡിസിപ്ലിന്റെ പെയിന് നമ്മൾ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായിരിക്കും, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ബട്ട് ഇപ്പൊ നമ്മൾ ആ ഒരു ലേസിനെസിന്റെ കംഫർട്ടിൽ ഇരുന്നാൽ കുറച്ച് കഴിഞ്ഞാലുള്ള റിഗ്രഷൻ നമുക്ക് എന്തായിരിക്കും, ലൈഫ് ലോങ് നമുക്ക് ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവും എന്ന് പറയും. അപ്പൊ ഞാൻ എൻ്റെ ലാസ്റ്റ് ടൈം ഞാൻ സൗദിയിൽ ഏകദേശം 2 വർഷത്തിൻ്റെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു, ഒരു ബുക്കും പെന്നും ഒക്കെ എടുത്തിട്ട് ഞാനൊരു ദിവസം ഇങ്ങനെ ഇരുന്നു, വാട്ട് ആർ ദ മെറിറ്റ്സ്, ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്താൽ എനിക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഞാനിത് ക്വിറ്റ് ചെയ്താൽ എനിക്കുള്ള ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്, ഞാൻ എൻ്റെ പ്രൊഫഷനായിട്ട് കംപ്ലീറ്റ്ലി അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോണ സമയത്ത് എനിക്കുണ്ടാകുന്ന മെറിറ്റ്സ് എന്തൊക്കെയാണ്, ആ സമയത്ത് ഞാൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്. ബട്ട് ഞാനത് നോട്ടീസ് ചെയ്തെന്ന് മാത്രമല്ല അതിലൂടെ ഒക്കെ ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നുണ്ട്. അതിലൊന്നാണ് മേ ബി ഇപ്പം നമുക്ക് ഓൾറെഡി
കറക്റ്റായിട്ട് ഒരു മന്ത്ലി ഒരു ഇൻകം വരുന്ന ഒരു പേഴ്സൺ, കണ്ടിന്യൂസ് ഒരുപാട് വർഷങ്ങളോളം അങ്ങനെ വന്ന ഒരു പേഴ്സൺ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്തിട്ട് അൺസ്റ്റേബിൾ അല്ലാത്ത, ഇപ്പം നമ്മളേതായിട്ടുള്ള ഓൺ ആയിട്ടുള്ള ഒരു സംഭവം ബിൽഡ് ചെയ്യുമ്പം, അതായത് ഒരു മരം കുഴിച്ചിടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ കുറച്ച് കാത്തിൽ നിൽക്കേണ്ടി വരും. അതിന്ന് അത് വളർന്ന് അതിൽ നിന്നൊരു കായ് കിട്ടി അല്ലെങ്കിൽ ഒരു ഫലം കിട്ടി നമ്മൾ കഴിക്കണമെങ്കിൽ അതിന് കുറച്ച് ഇയർ കാത്ത് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ഡ്യൂറേഷൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ കാണേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പം അത് കണ്ടു. ബട്ട് ഞാൻ അപ്പോഴും ഫോക്കസ് ചെയ്തത് ആഫ്റ്റർ എ ലോങ് പീരീഡ് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് എന്തായാലും ബെനിഫിറ്റ് ഇതിൽ നിന്നായിരിക്കും. ഇപ്പം നമ്മൾ എഡിയൻ ടോക്സിൽ തന്നെയുള്ളൊരു നമ്മളെ വെണ്ടറാണ് സിയാസ് പറയുന്ന ഏരിയാസിൽ വരുന്നതാണ് ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം ഞാനും ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ആ പോർട്ട്ഫോളിയോ ചെറും ഡൗൺ ആയിരിക്കും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ ഒരുപാട് എമൗണ്ട് ഡൗൺ ആയിരിക്കും. ബട്ട് അതൊരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും അതിൽ നമുക്ക് ലോങ് ടൈമിൽ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ അതിൽ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ലൈഫ് പോകുന്നത് വേറൊരു പാത്തിലായിരിക്കും. ഞാൻ അതിന് തിരിച്ച് ഇതിൽ വന്നുകൊണ്ട് തന്നെ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാത്തിലാണ് പോവുക. ബട്ട് ഇത് കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഒരുപാട് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്കും ഈ സെയിം മെന്റാലിറ്റി ഉണ്ടാവും, ഇതല്ലല്ലോ എൻ്റെ ഏരിയ, ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണല്ലോ, ഞാനിപ്പോൾ ഇതിൽ എന്തിനാ കണ്ടിന്യൂ ചെയ്യുന്നൊക്കെയുള്ള ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഫാമിലി മാനേജ് ചെയ്യേണ്ടി വരും, അവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയാൽ അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, ഫ്യൂ ഡേയ്സ് മുന്നേ ഞാൻ ഡിസ്കസ് ചെയ്തൊരു ഏരിയ, ഒരു തേങ്ങയുടെ ഒരു സംഭവം ഗൈഡിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള. ഈ തേങ്ങ നമ്മൾ പൊളിക്കണ സമയത്ത് കിട്ടിയ തേങ്ങ ഗൈഡിന്റെ അടുത്ത് ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഗൈഡിന്റെ അടുത്ത് തേങ്ങ കിട്ടിയിട്ടില്ല, ഗൈഡിന്റെ അടുത്ത് ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല. സ്പെഷ്യൽ തേങ്ങ. ഒരുപാട് ആളെ ലൈഫിൽ മാറ്റാൻ പറ്റിയ ഒരു സംഭവം ഈ തേങ്ങ. ഈ തേങ്ങ തിയറി കേട്ടിട്ടില്ല? ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഈ തേങ്ങ പഠിക്കുകയാണെങ്കിൽ തേങ്ങയുടെ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ഏരിയ ആണ് അതിന്റെ മുകളിലുള്ള വശം. അതിനെ ഞങ്ങളുടെ നാട്ടില് ചെകിരി, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? അതന്നെയാണ് പറയാ, ചെകിരി പൊളി. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം? പൊളിക്കണം. കുറച്ച് ഡിഫിക്കൽട്ടി ആണ്. അത് നമ്മൾ പൊളിച്ചതിന് ശേഷം എന്തുണ്ടാവും? നമുക്കൊരു ചിരട്ട വരും. ചിരട്ട. ഓക്കെ, അപ്പം ഈ ചിരട്ട എങ്ങനെയാണ്? കുറച്ചും കൂടി ഹാർഡാണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? അതും പൊട്ടിക്കണം. അതും പൊട്ടിച്ചാൽ അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? കാമ്പുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ആയിട്ടുള്ളൊരു വെള്ളം ഉണ്ടാവും. നമ്മളൊരു സംഗതിക്ക് ഇറങ്ങുന്ന സമയത്ത് അത് കണ്ടിട്ടാണ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജേണി എളുപ്പമാവും എന്നുള്ളതാണ് ഗൈഡ് പറഞ്ഞത്. ബട്ട് ഞാനത് എൻ്റെ ലൈഫിൽ യൂസ് ചെയ്ത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഉണ്ട്. അതായത് ഇപ്പം ഈ ഒരു പ്രൊഫഷൻ, ഈ ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയിൽ എത്തുന്നതിന് മുന്നേ ഞാൻ ചെയ്ത ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്, ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതിലൂടെയൊക്കെ ഞാൻ പോകേണ്ട ആളായിരുന്നു. ഒരു സമയം വരെ ഞാൻ പോകേണ്ടത്, അതായത് ഒരു സമയം വരെ ഞാൻ ആ തേങ്ങയുടെ ആ പുറംഭാഗത്തുള്ള ചെകിരിയിൽ കളിക്കേണ്ട ആളായിരുന്നു. എന്നാൽ ആ ചെകിരി പൊളിയാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. അതുവരെ ഞാൻ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തു, അതുവരെ ഞാൻ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് എനിക്കൊരു ചിരട്ട കിട്ടി. ഞാൻ സൗദിയിൽ നിന്നിട്ടുള്ള ഒരു ചിരട്ടയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് ഹാർഡായിട്ടുള്ള ടൈമാണ്. ഇപ്പോൾ നമ്മൾ പ്രവാസികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വർക്കിംഗ് പ്രോപ്പർ ആയിരിക്കില്ല. നമ്മൾ 4 മണിക്ക് എണീറ്റ് വർക്ക് ചെയ്യും. അന്നത്തെ ഡേ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പം പിറ്റേ ദിവസം 4 മണി വരെ വർക്ക് ചെയ്യേണ്ടി വരും. ഉറക്കം പ്രോപ്പർ ആയിരിക്കില്ല, ഫുഡ് പ്രോപ്പർ ആയിരിക്കില്ല. ആൻഡ് ആഫ്റ്റർ നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് ആസ് എ എക്സ് പ്രവാസി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എനിക്ക് പറയാം, വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് എല്ലാവർക്കും കിട്ടേണ്ട ഒരു കംഫർട്ട് സോണാണ് വീട്. ബട്ട് മെജോറിറ്റി ഞാൻ അവിടുന്ന് ആളുകൾ എക്സ്പീരിയൻസ് എടുത്ത സമയത്ത് അവർ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അവർ ഷെയർ ചെയ്യുന്നത് എന്താണ്? കുറെ പ്രശ്നങ്ങൾ. വാട്ടർ ടാങ്ക് ലീക്കാണ്, കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്, ഇന്ന് കുട്ടികളെ ഫീസ് അടക്കാനുണ്ട്. അപ്പൊ ഇവർ ഓൾറെഡി ഇവിടുന്ന് കുറെ കടം വാങ്ങിയിട്ടൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം ആ ഏരിയയിലൂടെ പോയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ ചിരട്ടന്റെ പീരീഡിലൂടെ നിൽക്കേണ്ടിണ്ട്. എന്നാൽ മാത്രമേ ചിരട്ട പൊട്ടിച്ച് അതിന്റെ എൻഡ് റിസൾട്ടിൽ എത്താൻ പറ്റുള്ളൂ. ബട്ട് ഞാനിപ്പോൾ എത്തിയതിന്റെ എൻഡ് റിസൾട്ട് ആണെന്നല്ല കേട്ടോ പറയണത്. ഇപ്പം ടഫായിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോണ ആളുകളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, ആ ടഫായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ പോണ സമയത്ത് നമ്മളെ മൈൻഡിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാനൊരു പേർപ്പസ് റിലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ പേർപ്പസ് ആണെന്നുള്ളൊരു ചെറിയൊരു മെന്റാലിറ്റിയോട് കൂടി പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ട് എന്ത് ഫേസിലാണോ നിൽക്കുന്നത് അതാണ് നമ്മൾ ഇവോൾവ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള റിയലൈസേഷനിലേക്ക് ഹോൾഡ് ചെയ്യാന്നുള്ളത്. ഞാൻ ഈ ചെയ്യുന്ന എൻ്റെ ലൈഫ് ഭയങ്കര പ്രശ്നമാണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ, ഈ ഒരു ഇമോഷനാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു ഗ്രോത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കൂല.
ഓക്കെ, ഞാനെപ്പോഴും എനിക്ക് ഹെവി ഡ്യൂട്ടി ആണല്ലോ, ഭയങ്കര വർക്കാണല്ലോ, ഉറക്കം കിട്ടുന്നില്ലല്ലോ, ഇതൊക്കെയാണ് എൻ്റെ മെൻറ്റാലിറ്റി എന്നുണ്ടെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോസിബിലിറ്റി പറയുന്നത്. നമ്മളെ മെൻറ്റാലിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന്, നമ്മളെ തിങ്കിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇതിന് വേണ്ടിയിട്ടാവും, അപ്പം എനിക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന വർക്കിൽ എനിക്ക് എന്തൊക്കെ ഇനീഷ്യേറ്റീവായിട്ട് എടുത്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ എനിക്ക് ഇതിൽ നിന്ന് ടേൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തിങ്കിങ്ങിലേക്ക് മാറ്റിയാൽ എന്ത് ചെയ്യും, ആ ഒരു നമ്മളെ റൂട്ടിലേക്ക് നമുക്ക് മെല്ലെ മെല്ലെ അടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇൻ ഷോർട്ട് ഇത്രയേ ഉള്ളൂ. ക്വിക്കായിട്ട് എനിക്ക് എന്തൊക്കെയോ റിസൾട്ട് വേണമെന്നല്ലാതെ ലോങ് ടേമിന് കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും ഒരു ജേർണിയിലേക്ക്, എസ്പെഷ്യലി നമ്മുടെ ഡ്രീംസ് കാര്യങ്ങൾക്ക് ബിൽഡ് ചെയ്യുമ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ട ഒരു ഫാക്ടറിലെ ഇതിലൊരു കാര്യം ജുനൈസ് നേരത്തെ പറഞ്ഞ സമയത്ത് ഒരു കണക്ട് ചെയ്ത പോയിന്റ് ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മളെ ഏകദേശം ചൂസ് ചെയ്തതെന്നുള്ളത്. ഇത് മനസ്സിലായപ്പോഴാണ് വരും, ഇത് പല ആളുകൾക്ക് ഈ ചിന്ത ഉണ്ടാവും. ഇപ്പം നമ്മളെ കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഈ ചിന്ത ഉണ്ടാവും, അപ്പം എനിക്കിതല്ല ചെയ്യേണ്ടത്, ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ആളുകളോട് പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ പിക്ക് ചെയ്യുക എന്ന് മാത്രമല്ല, അത് എവിടുന്ന് നമുക്ക് സാധാരണ നമ്മൾ പറയാലോ, തോട്ട് നമുക്ക് വെറുതെ വരുന്നതല്ല, അത് എവിടുന്നോ വരുന്നതാണ്. എങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാക്കി എപ്പോഴാണെന്ന് വരും. ഇപ്പോൾ ഈ കോച്ചിങ്ങിലൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഇന്നലെ വരെ എനിക്ക് സെഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് വീഡിയോയിൽ. അപ്പോൾ ആ സമയത്ത് ഇപ്പം മിനിഞ്ഞാന്നല് സെഷന് കഴിഞ്ഞ സമയത്ത് നമ്മൾ ചിലപ്പോൾ പ്രിപ്പയർഡ് ആയിട്ടും കൊണ്ടുവരുന്ന സെഷന് കാര്യങ്ങൾ കഴിഞ്ഞ് അതിനുശേഷം ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ട്, പാരൻറ്റിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതാണ് തേടി നടന്നിരുന്നത് എന്ന്. പലപ്പോഴും നമ്മളെ കോച്ചസിന് ഒരുപാട് ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് അത്. അപ്പോൾ നമ്മൾ കരുതും നമ്മളൊക്കെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ, ശരിക്കും അവർ അത്രയും കാലം ആൾ പറയാൻ 28 വർഷത്തോളം ആൾ തേടിയിരുന്നത് ആ സംഭവമാണ്. എനിക്ക് പോലും അറിയില്ല. ഞാൻ ആ സെഷൻ എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഇതിപ്പോൾ ഇവിടുന്ന് വരുന്നത് തന്നെ അറിയുന്നില്ല, ഞാൻ അതല്ല പോയിന്റ് പറയാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് ആ ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സമയത്താണ് മനസ്സിലാവുന്നത്, ഒരു ഫീഡ്ബാക്ക് പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനായിരുന്നു നമ്മളിത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. പല ആളുകളും അങ്ങനെയാണ്, പല ആളുകളും നമ്മൾ തേടി നിൽക്കുന്നുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിതല്ല ചെയ്യേണ്ടത്, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തോട്ട് വന്ന ആളുകളൊക്കെ ജസ്റ്റ് അതിനൊന്ന് പിക്ക് ചെയ്യുക. ഇങ്ങനത്തെ എന്തെങ്കിലും പല ആളുകൾ നമ്മളെ തേടി നടക്കുന്നുണ്ടാവുമല്ലോ, അവരിലേക്ക് എത്തുക. ഒരുപാട് ആളുകൾ നമ്മളെ തേടി നിൽക്കുന്നുണ്ട് അവിടെ, അവരിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതായിരിക്കും നമ്മുടെ പർപ്പസ്. അതുകൊണ്ടാണ് ഈ പർപ്പസ് കറക്റ്റ് നമ്മൾ പർപ്പസിനെ മീറ്റ് ചെയ്യാത്തതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ചിന്ത വരുന്നത്, ഇതല്ല എന്നുള്ള സംഭവം. കാരണം അവർ നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഭാഗത്തുനിന്ന്. ഇപ്പോൾ അതന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കാര്യങ്ങൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കണ്ണൂരുള്ള ഒരു കുട്ടിക്ക് പേഴ്സണൽ മെന്ററിങ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ ഫസ്റ്റ് സിറ്റിങ്ങിൽ ആളുടെ അമ്മയാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, വിഭാ മാമ. ആളാണ് ഫസ്റ്റ് പാരന്റിങ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് മാസത്തിൽ. അപ്പോൾ ഇപ്പോൾ അടുത്ത് കോച്ചസ് സമ്മിറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷം ഞാൻ ഒരു ദിവസം രാവിലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തോട്ട് വന്നത്, എന്തെങ്കിലും ഞാൻ ചെയ്യണമല്ലോ എന്നുള്ള സംഭവം. അതായത് പുതുതായിട്ട് എന്തെങ്കിലും ഔട്ട് ചെയ്യണമല്ലോ. ഞാൻ പോസ്റ്റർ ഔട്ട് ചെയ്തിട്ടില്ല, വീഡിയോ ഔട്ട് ചെയ്തിട്ടില്ല, ഒന്നും ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് മുമ്പ് കണക്ട് ചെയ്ത ആളുകൾ 3 ആളുകൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു. അതിലൊന്ന് വിഭാഗം, പിന്നെ കോഴിക്കോടുള്ള വേറൊരാൾ. അങ്ങനെ കണക്ട് ചെയ്ത സമയത്ത് അവർ ഇങ്ങനൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ്, ആ താല്പര്യമാണ്, ഓക്കെയാണ്, ഓനായിട്ടുള്ള സിറ്റിംഗ് അല്ലേ, റെഡിയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ആളായിട്ട് ഒരു മിനിഞ്ഞാന്ന് സിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആൾ പറഞ്ഞൊരു സംഭവമുണ്ട്, ആള് അങ്ങനെ ഒരു ടെക്നോളജി പരമായിട്ട് ഭയങ്കരമായിട്ട് അഗ്രഗണ്യനാണ്, ബ്രില്യൻ്റ് ആണ് ആള്. പഠനത്തിൽ എന്താ കുറച്ച് ബാക്കാണ്. അപ്പോൾ പൊതുവേ നമ്മൾ പേരൻസ് ഒക്കെ പറയാം പഠിക്കണം എന്നുള്ളതാ. ഇതിന് ചിലപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തോണമെന്നില്ല. ഓക്കെ, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആള് ഫസ്റ്റ് സമയത്ത് മീൻസ് ആ ഒരു പ്രീ കൺസൾട്ടേഷൻ എന്നുള്ള ലെവലിലേക്ക് അമ്മക്ക് സിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മോനോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആളിനെ മീറ്റ് ചെയ്യണത്. കാണുന്ന സമയത്ത് സംസാരിച്ച സമയത്ത് ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ സംസാരിക്കാനും ആ സമയത്ത് ഇൻസ്റ്റൻ്റ് എന്തോ കയറി വന്നത് ഇൻസ്റ്റ. അപ്പോൾ അവിടെ വെച്ച് ഐഡിയ ഏതാണെന്ന് വെച്ച സമയത്താണ് 10 ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇതൊരു 10 എണ്ണം ഇങ്ങനെ ഉണ്ട് തന്നു, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. കൂടുതൽ ഫോളോവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ 10 ഐഡിയ ഉണ്ട്. പക്ഷെ അത് അമ്മക്ക് പോലും മനസ്സിലായിട്ടുണ്ടാകുന്നില്ല. അമ്മനോട് പോലും സ്വന്തം വീട്ടിൽ പോലും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ആള് ഞാൻ ഫസ്റ്റ് ടൈമിൽ എന്നെ മീറ്റ് ചെയ്യാം മീൻസ് ഓൺലൈനായിട്ട് തന്നെ, സൂമിൽ തന്നെ. എന്നിട്ടാണ് ആൾ ഈ സംഭവം ഇട്ടിട്ടുള്ളത്. അതിനുശേഷം അന്ന് ആളെന്തിനു പറഞ്ഞു എന്നുള്ളത് പിന്നീട് മനസ്സിലാവുന്നത്. ആളെ കണക്ട് ചെയ്ത് തരാണ്. പിന്നെ മിനിഞ്ഞാന്ന് സിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആൾ വേറെ കുറേ കാര്യങ്ങൾ, ഇപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ നോക്കിയിട്ടും എന്താവണില്ല, ഇയാൾ പറഞ്ഞേ. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ആളുകളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് അതായിരിക്കാം നമ്മുടെ പർപ്പസ്. അപ്പോൾ എനിക്ക് എന്നെ കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇങ്ങനെ തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇതല്ല, ഇതിനപ്പുറത്തേക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഈ ലോകത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഹോൾഡ് ഓൺ ചെയ്യുക. ആരെങ്കിലും നമ്മളെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അവരിലേക്ക് എത്തുക. ജസ്റ്റ് നമ്മൾ സിമ്പിൾ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി. പേഷ്യൻ്റ് ബോക്സിലേക്ക് എടുത്ത് വെച്ചതുകൊണ്ട് മാത്രം എനിക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഈ ഗൈഡിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ, ഞാൻ ഷിയാസിനോട് എപ്പോഴും ഷെയർ ചെയ്യുന്ന സംഭവം, ഗൈഡിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ, ഈ ഷിയാസിനെ ഈ ടീമിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ഇസ്മായിൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും.
അത് എനിക്ക് 100% ഉറപ്പാണ്. ഇങ്ങനെ ജസ്റ്റ് എന്തൊക്കെ ആയി എന്നുള്ള സംഭവമല്ല, പക്ഷെ ഒരുപാട് ചിന്തകളെങ്കിലും നമുക്ക് വന്നല്ലോ. മീൻസ് ഇങ്ങനെയൊക്കെ ലൈഫ് ആവണം, Next level elevation അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സംഭവങ്ങൾ. അത് ഈ ഒരു ടീമിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇതിലേക്ക് എത്തൂല എന്ന് 100% ഉറപ്പാണ്. ഇങ്ങനെ ഒരു ടീം വന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഗൈഡിനെ. ഇപ്പൊ നേരത്തെ നമ്മളെ സെഷൻ പോയ സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും, ഗൈഡിനെ പറ്റി പറഞ്ഞാൽ പിന്നെ ഈ സമയം മതിയാവില്ല. അത് വെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് വരെ കേട്ടതാണ്. പിന്നെ ഇതൊക്കെ ഈ GCDP വരുന്നതിന് മുമ്പേ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പൊ ഗൈഡിന് ഇങ്ങനെ പല ആളുകളും ഇങ്ങനെ എന്താണ് ഇപ്പോൾ ഗൈഡിന് അതിന് മാത്രം പ്രത്യേകത എന്താണെന്നുള്ള സംഭവമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളും. അത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് ഞാൻ GC കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 വർഷത്തിന് ശേഷം GCDP വരുന്നത്. അപ്പൊ ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇപ്പൊ ഗൈഡിന് മാത്രം അതിന് മാത്രം ഉള്ളത്, അങ്ങനെ തോട്ട് വരുമല്ലോ. കാരണം ഗൈഡിനെ പേഴ്സണലായിട്ട് അറിയോ കാര്യങ്ങളൊന്നുമില്ല, ആകെ GC ചെയ്യുന്നുള്ള സംഭവം അതിന്ന് കിട്ടി. മെന്റേഴ്സും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഗൈഡിനെ ഇങ്ങനെ കൊണ്ടടക്കണേ, എന്താ ഇപ്പൊ അതിന് മാത്രം ഉള്ളത് പല ആൾക്കും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ അധികം സ്റ്റാറ്റസിന്റെ സമയത്ത് ഗൈഡിന്റെ സ്റ്റാറ്റസ് ആണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ ഓരോ ഞാൻ തള്ളി പറയല്ല, പക്ഷെ നമുക്ക് ചില ഭാഗത്ത് നിന്ന് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ തരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എന്താവും, ആള് ഡിപ്പെൻഡന്റ് ആവും. അത് സ്വാഭാവികമാണ്. ഈ ടീച്ചേഴ്സിന്റെ കാര്യം ഇപ്പം ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ ആ ടീച്ചർ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെ മുന്നിൽ ആ ടീച്ചറെ മുന്നിൽ നിൽക്കുന്ന കുട്ടീൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ റിഫ്ലക്ട് ചെയ്ത് കൊടുക്കണം ആ കുട്ടിക്ക്. മോനെ ഇന്ന കഴിവുകൾ ഇന്ന കാര്യങ്ങളൊക്കെ. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു പ്രോഗ്രാമിന് മുന്നേ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാറെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തു. സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. സാറ് കുറേ എക്സ്പീരിയൻസ് കാര്യങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, സാറ് പറഞ്ഞതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് പിക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു ഹാഫ് ആൻ അവർ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ സംസാരിച്ചു, പ്രോഗ്രാം എൻ്റെ പ്രോഗ്രാമാണല്ലോ. അപ്പോൾ ഞാൻ സാറിന് ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് സാർ എന്നെ പേഴ്സണലി കണക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ ഇങ്ങനെ വോയിസ് അയക്കുന്നുണ്ട്, ജുനൈസ് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ചെറിയൊരു പോയിന്റ് കിട്ടിയാലും അതിൽ നിന്ന് എടുത്തിട്ട് ഒരുപാട് ലോങ് ടൈമിലേക്ക് അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഓക്കെ സാർ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എക്സ്പ്രസ് ചെയ്തു, ഫോണൊക്കെ മാറ്റി വെച്ചു. രാത്രി ഇങ്ങനെ കിടക്കാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, അല്ല ഞാൻ ഒരു 2 വർഷം ഈ സാറെ കൂടെ ട്രാവൽ ചെയ്താണല്ലോ. ഇപ്പം എൻ്റെ ഒരു സ്റ്റഡി എന്നുള്ളൊരു പാർട്ടിൽ എന്നെ 2 വർഷം ഗൈഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ട് ഈ സാറിന് എന്നെ അങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും, എനിക്കിങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പം ആ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 10-45 സ്റ്റുഡൻസേ ഉള്ളൂ. ഈ സ്റ്റുഡൻസിൽ നിന്ന് എന്തുകൊണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, എനിക്കിങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം അതിൽ നിന്ന് എന്തുകൊണ്ട് ഇത് ഡിഫറെൻ്റ് ആവുന്നു, ഞാൻ ഇതുവരെ വന്നപ്പം ഇസ്മായിൽ ഉസ്താദ് പറഞ്ഞ പോലെ ബാക്കിയുള്ള ആളുകളെ തള്ളി പറയാന്നല്ല, ബട്ട് എന്തുകൊണ്ട് ഗൈഡിനെ നമ്മൾ ഒന്നും കൂടി പൊക്കി വെക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇതുപോലത്തെ നമ്മളെ ഉള്ളിലുള്ള ഒരുപാട് സ്പാർക്കുകൾ എടുത്തിട്ട് ഇതിൽ വർക്ക് ചെയ്ത മോനെ എന്ന് അങ്ങനെ തന്നെ ഗൈഡ് പറയും. ഇപ്പോൾ ലാസ്റ്റ് സബ്മിറ്റ് ഗൈഡ് നമ്മളെ കൂടെ ഇങ്ങനെ ഒരു ഉപ്പ എങ്ങനെയാണോ ഒരു കുട്ടി പ്രസന്റേഷൻ നടത്തുന്നത് ആ സമയത്ത് നോക്കി നിൽക്കുന്ന പോലെ ഗൈഡ് നമ്മളെ ചുറ്റുഭാഗത്ത് ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുക, ശ്രദ്ധിക്കുന്നില്ലേ നോക്കുന്നില്ലേ, ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ നോക്കുന്നില്ലേ എന്നിങ്ങനെ ഈ ഒരു ഇത്. അപ്പം നമുക്കിത് ഇമോഷണലി കൂടി കണക്റ്റ് ആവും, ഗൈഡ് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്, പിന്നെ നമ്മളെങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഇത്. അപ്പം അത്രയും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള, അത്രയും ഒരു സിമ്പിളി ഗൈഡ് എന്ന് പറയുന്ന പോലെ തന്നെ അത്രയും ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് നമ്മളെ ഗൈഡ് എന്നുള്ളത്. കോച്ചിങ് ഇൻസൈറ്റ് തുടങ്ങി എല്ലാ ചോദ്യങ്ങളും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഗൈഡിലാണ്. ഗുരുസ്മരണ നല്ലതാണ്, അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു യുവർ സ്മൈൽ, നിങ്ങൾ ഓൾറെഡി ഒരു സ്പിരിച്വൽ സ്കോളർ ആണ്, ഫ്രം ദാറ്റ് ഫീൽഡാണ് ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്തു പോകുന്നത്. ആൻഡ് യു ഹാവ് ഇൻ്റഗ്രേറ്റഡ് ദാറ്റ് വിത്ത് മൈൻഡ് പവർ, പാരൻറ്റിങ്ങിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഓൾറെഡി ഒരു ഫേസിൽ നിൽക്കുന്ന സമയത്ത് മൈൻഡ് പവർ അല്ലെങ്കിൽ കോച്ചിങ് കരിയറിലേക്ക് സ്വിച്ച് ചെയ്തപ്പം വാട്ട് വാസ് ദ മെയിൻ ചാലഞ്ച് ദാറ്റ് യു ആർ ഫേസിങ്, ഓൾസോ അത് എത്രത്തോളം ബെനിഫിറ്റ് ചെയ്തു, രണ്ടും ഉണ്ടാവുമല്ലോ, എന്തോ ഒരു ബെനിഫിറ്റ് ഏരിയ ഉണ്ടാവുമല്ലോ. സോ ഹൗ വാസ് ദാറ്റ് ഫോർ യു, രണ്ടും ഒന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പോൾ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതലായിട്ട് സംഭവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റായിട്ട് ഉള്ളൊരു ജോലി വെച്ചിട്ടാണ് GCDP ഞാൻ പോകുന്നത്. അപ്പോൾ GCDP പോണ സമയത്ത് തന്നെ എനിക്ക് ഉറപ്പാണ് ഞാൻ GCDP പോയാൽ ഈ ജോലി മിസ്സാവുന്ന സംഭവം. അവിടെ ഏകദേശം ഒരു 4-4.5 വർഷത്തോളം ജോലി ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അതേപോലെ തന്നെ സംഭവിച്ചു. ഞാനത് ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ എനിക്ക് GCDP ചൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ
ഈ പെർമനന്റ് ആയിട്ട് ഈ ജോലി തന്നെ എന്ത് ചെയ്യാം, നിലനിൽക്കാന്നുള്ള സംഭവം പള്ളിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഉമ്മാനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിബിലേക്ക് പോകാനൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് കരഞ്ഞതിന് ശേഷമാണ് GCDP എത്തുന്നത്. സ്റ്റോറി റിവീൽ അതെന്ത് ചെയ്യുന്നില്ല, അത് പലതോടെ റിവീൽ ചെയ്യണം. KGF ഗോൾഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു KGF സ്റ്റോറി ഉണ്ട് ബിഹൈൻഡ്. ബട്ട് ഇതെന്ത് ചോദ്യം ഉണ്ടെന്ന് ചോദ്യം പറഞ്ഞത്. അതായത് സ്കോളർലി ലെവലിലേക്ക് മൈൻഡ് പവർ കോച്ചിങ് ബേസിസിൽ ഇന്റഗ്രേറ്റ് ചെയ്ത്. ഇത് സത്യത്തിലേ പല ആളുകളും സീക്ക് ചെയ്യുന്ന ഒരു സ്പിരിച്വാലിറ്റിയാണ്. എല്ലാ ആളുകളും ഇപ്പോൾ പലപ്പോഴും നമ്മൾ സെഷനിൽ വരുന്ന ആളുകൾക്ക് തന്നെ അറിയാം. ഇപ്പം നമ്മൾ പേയ്മെന്റ് പറയുന്ന സമയത്ത് കോച്ചസിനൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എത്ര പേയ്മെന്റ് അവർക്ക് വിഷയമല്ല. പക്ഷെ ഒരു കിട്ടേണ്ട ഒരു കോർ പോയിന്റ് ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കിവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അതുകൊണ്ടൊരു സാറ്റിസ്ഫൈഡ് അല്ല നമ്മൾ. അതായത് ഭൂമിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിനപ്പുറത്തേക്ക് എല്ലാവരും തേടി നടക്കുന്ന നമ്മളൊരു സോൾ ലെവലിൽ ഒരു തേട്ടുണ്ടല്ലോ, ആ തേടി നടക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും അടിസ്ഥാനപരമായിട്ട് ഈ ഒരൊറ്റ സംഭവം ആൾക്ക് എല്ലാവരും കിട്ടേണ്ടത് ഒരു സ്പിരിച്വാലിറ്റി എന്നുള്ള, അതുകൊണ്ടൊരു ഇന്ന മതത്തിൽ ഇങ്ങനെ നിന്ന് പോകാന്നുള്ള സംഭവം. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ മതത്തിൽ റിലീജിയസിന്റെയും മുകളിലാണല്ലോ സ്പിരിച്വാലിറ്റി വരുന്നത്. അപ്പൊ എല്ലാവരും തേടി നടക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആരോട് എന്ത് ചെയ്യാം, ഈ സംഭവം പറയാം, കൂളായിട്ട് പറയാം, ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം എല്ലാവർക്കും ഇത് വേണം. ഇപ്പോൾ ഞാൻ ഇതേ ലെവലിൽ തന്നെയാണ് ഇതിൻ്റെ കോച്ചിങ് കാര്യങ്ങളൊക്കെ പോകണം. പക്ഷെ നമ്മളെ കണക്ട് ചെയ്യുന്ന ആളുകൾ പല മതക്കാരാണ്, പല റിലീജിയസ് സ്റ്റേറ്റിലുള്ള ആളുകളാണ്. പക്ഷെ അവർക്കിത് പ്രശ്നമല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫസ്റ്റ് മെൻറ്ററിങ്ങിൽ ജോയിൻ ചെയ്ത ഈ മോനാണ്, ജലക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ആള് നമ്മളെ മീൻസ് മുസ്ലിം മതവിശ്വാസം അങ്ങനത്തെ സംഭവം ഒന്നല്ല. പക്ഷെ അവർക്കിത് കണക്ഷൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നുകയാണ് എന്തോ ഒരു സംഭവം ഉണ്ട്, സംതിങ് ഡിഫറൻസ്, എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് അവർ ചൂസ് ചെയ്യണത്. അതേപോലെ തന്നെ നമ്മളെ സെഷനിലൊക്കെ വരുന്ന ആളുകളോട് ഞാൻ അവസാനം കണക്ട് ചെയ്ത് കൊടുക്കൽ ഈ ഒരു സംഭവത്തിലേക്കാണ്. ഇപ്പോൾ അവിടെ ഇസ്മായിലിന് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഗൈഡ് എപ്പോഴും പറയണ പോലെ നമ്മളൊന്ന് മാറിക്കുക, നമ്മൾ എന്ത് ചെയ്യാം, വേറൊരു എനർജിയിലേക്ക് ഹൈ എനർജിയിലേക്ക് നമ്മൾ സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ എന്നുള്ള ചിന്തയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതും കൊടുക്കാൻ പറ്റും. ഇവിടെ എന്താണെന്നറിയോ, നമ്മളെ ഇപ്പോൾ പലപ്പോഴും നമുക്കൊരു ചിന്ത ഉണ്ടാവും, ഞാനൊക്കെ ചെയ്യണം, ഞാനെല്ലാം ചെയ്യണം എന്നുള്ള സംഭവം. ഇപ്പോൾ ഈ കോച്ചിങ് അതല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വന്നുകൊണ്ട് ആ ഈഗോ എന്നുള്ള സംഭവം എന്തായി, അത് പോയി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗെയിം റൂൾസ് ഉണ്ടല്ലോ, GC ഗെയിം റൂൾസ്, ആ 3 ഗെയിം റൂൾസ് തന്നെ മതി നമുക്ക് എല്ലായിടത്തും. നമ്മൾ സെഷനിലടക്കം പറയുന്ന സംഭവമാണത്. ഈ ഹ്യൂമൺ ആയിട്ട്, കുട്ടിയായിട്ട്, MT കപ്പായിട്ട് ഇതന്നെ എല്ലാവരോടും പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആളുടെ എന്താണോ ഫോർമൽ ഡ്രസ്സിങ്ങോ ആ സംഭവം ഒന്നും നോക്കൂല. ആളുടെ ഉള്ളിൽ എന്താ, ബഷീറിന്റെ ഉള്ളിൽ എന്താ, ജുനൈസിന്റെ ഉള്ളിൽ എന്താന്നുള്ളൊരു ഓരോരുത്തരും ഡിഫറൻ്റ് ആണല്ലോ. എനിക്ക് ഞാൻ മനസ്സിലാക്കൽ എന്താണെന്ന് പറയുക, ഓരോരുത്തർക്കും ഇവിടെ ശരിക്കും പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഈവൻ ഈ ഒരു ചെടിക്ക് പോലും ഇവിടെ പർപ്പസ് ഉണ്ട്. ഒന്നും അല്ലാത്ത ജസ്റ്റ് ഒരു ആളുകൾ പറയാമല്ലോ, സാധാരണ നമ്മളെ കണക്ട് ചെയ്യുന്ന ആളുകൾ പറയും എന്താ ഞാനൊക്കെ എന്തിനാണ് ഇവിടെ ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. പക്ഷെ നമ്മൾ പല ആളുകളും കണ്ടെത്തുന്നില്ല. പല രീതിയിൽ തോട്ടുകൾ വരുന്ന, ചിന്തകൾ വരുന്ന, പല പ്രശ്നങ്ങളായിട്ട് നല്ല അടികൾ വരുന്നുണ്ട് ലൈഫിൽ. അടികളൊക്കെ വരുന്ന സമയത്താണ് മീൻസ് നമ്മൾ കരഞ്ഞിരിക്കുന്ന, ഇപ്പോൾ ഇതിലുള്ള ആളുകൾ, കണക്ട് ചെയ്യുന്ന ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകളൊക്കെ ആ ഫേസിലൂടെ പോയിട്ടുണ്ടാവും. അവിടെ നമുക്കുണ്ടല്ലോ, നമുക്ക് 2 വഴി ഉണ്ടാവും അവിടെ. ഈ പോയിന്റിൽ ഇതും ചൂസ് ചെയ്യുക, ഇതും ചൂസ് ചെയ്യുക. ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. എൻ്റെ ലൈഫിലൊക്കെ അതേപോലെ പോയിട്ടുണ്ട്. ഞാൻ GCDPക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ ഗൈഡിനോട് ഞാൻ പേഴ്സണലായിട്ട്, ഗൈഡിനോട് മാത്രമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ ആ സമയത്ത് ആ ബാക്കിയും കൂടി പറയുമ്പോൾ പോലെ പറഞ്ഞിട്ട് അത് എല്ലാ വഴികളും അസ്തമിച്ച്. എൻ്റെ കൂടെയുള്ള ആളുകൾ ദുബായ് GCDP ആയിരുന്നല്ലോ. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത്, ടിക്കറ്റ് എടുക്കാനും ഫണ്ട് കാര്യങ്ങളായിട്ടില്ല, പല ആളുകളും എടുത്ത്, പിന്നെ ഓൾറെഡി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനി എന്താന്നുള്ള സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവസാനം എന്നുള്ള ഒരു വഴിക്ക് ഫണ്ട് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ബ്ലോക്കായി. അത് ബ്ലോക്കായ സമയത്ത് അന്ന് ഞാൻ ആ പള്ളിയിലാണ്. ആ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദ്യത്തിന് ഡൈവേർട്ട് ആയി പോകുന്നുണ്ടോ ആ ചിന്ത വന്ന എന്താ വെച്ചാല്, അത് പറയുന്ന സമയത്ത് നമ്മളെന്താ നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടുള്ളത് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥനയിലാണെങ്കിൽ കൂടി ഇപ്പൊ പടച്ചവനോടൊക്കെ ചൂടാവുന്ന അവസ്ഥകൾ വരെ വന്നിട്ടുണ്ട്. എനിക്കിതാണ് വേണ്ടത്, എനിക്കിത് എന്താ കിട്ടാത്തത് എന്നുള്ളൊരു സംഭവം ഉണ്ട് ആ സമയത്ത്. പക്ഷെ എന്തിനായിരുന്നു അതെന്നുള്ളതൊക്കെ ഈ സമയത്ത് പറയാനെന്നുള്ളത് നമുക്ക് അപ്പം അറിയില്ലല്ലോ. ആ ഒരു സമയത്ത് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാ ആളുകളും തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സ്പിരിച്വാലിറ്റി ഇന്റഗ്രേറ്റ് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവമാണ്. അത് ഏത് മതക്കാരായിക്കോട്ടെ, മതമില്ലാത്ത ആളുകളായിക്കോട്ടെ, ആരാണെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലൊക്കെ ഒരു സംഭവമുണ്ട്, ഒരു തേട്ടുണ്ട്. സോൾ ഉള്ള ആളുകൾക്ക് ബിയോണ്ട് ലാംഗ്വേജ് എന്നുള്ളൊരു എലമെന്റ്, യൂണിവേഴ്സൽ തിങ്. ആ ഒരു സ്പിരിച്വാലിറ്റി എന്നുള്ളത് എല്ലാവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു യൂണിവേഴ്സൽ മെഡിസിൻ ആന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത് ഒരു യൂണിവേഴ്സൽ മെഡിസിൻ ആണ്. ബിസിനസ്സിൽ ഇട്ടാൽ അത് അവിടെ വർക്ക് ചെയ്യും, റിലേഷൻഷിപ്പിൽ ഇട്ടാൽ അവിടെ വർക്ക് ചെയ്യും, പാരന്റിങ്ങിൽ ഇട്ടാൽ അവിടെ വർക്ക് ചെയ്യും. സെയിം ഇതൊരു എല്ലാവർക്കും നീഡഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സ്പിരിച്വാലിറ്റി എന്നുള്ളത്. ഈ മനുഷ്യന്മാർക്കുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ മീൻസ് ഞാൻ ചെറുതാക്കി പറയല്ലോ കേട്ടോ, ഇതിനെ വേറെ ഡയമെൻഷനിൽ കാണും. ഗൈഡ് വരുന്ന പോലെ വേറെ ഡയമെൻഷനിൽ കാണണം. ചിലതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് നമ്മളെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്ത ചില സംഗതികളുണ്ട്. അവിടെ നമ്മൾ ഡെഫിനറ്റ്ലി ഇത് മറ്റൊരാളെ ഏൽപ്പിക്കണം, മറ്റൊരു
സോഴ്സിനെ മറ്റൊരു പവറിനെ ഇത് നമുക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോഴേ നമുക്ക് ഫ്രീ ആകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ മൈൻഡ് പവറിൽ പറയും ഒരു ദിവസം 32,000 മുതൽ 72,000 ചിന്തകൾ നമ്മളെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ട്, തോട്ട്സ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ നെഗറ്റീവ് ആയിട്ടുള്ളത് 80%, അതിൽ തന്നെ 80% റിപ്പീറ്റഡ് ഒക്കെയാണ് വരുന്നത്. ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കടന്നു വരുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു സ്പിരിച്വൽ ലെവലിൽ എന്നുള്ള രീതി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഞാൻ അവനെ ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ തവക്കുൽ ചെയ്യാണ്, ആ ഒരു യൂണിവേഴ്സൽ പവർ, ആ ഒരു ശക്തിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് കൊടുക്കുകയാണ്, മൊത്തം അങ്ങോട്ട് സമർപ്പിച്ചിട്ട് ഇനി ഞാൻ കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഞാൻ എൻ്റെ വർക്ക് എടുക്കട്ടെ, ഞാൻ എൻ്റെ പണി എടുക്കട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വീനീടെ നമുക്കൊരു പിടിവള്ളി വേണമെന്ന് പറയല്ലോ. റീസെന്റ് വിനീത് ശ്രീനിവാസിന്റെ ഒരു വീഡിയോ എല്ലാവരുടെ സ്റ്റാറ്റസിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് സമാധാനമാണ്. ഞാൻ അങ്ങനെ ഒരു സംഭവം ഫെയ്ത്തിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പീസാണ് അല്ല സമാധാനം എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി ത്രൂ ഞാൻ മീൻ ചെയ്യുന്നത്. ഈ ഒരു സെയിം എക്സ്പീരിയൻസ് എൻ്റെ ക്ലയൻസ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് വന്നൊരു ക്ലയൻറ്റ് അവർ പറഞ്ഞു, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനൊരു സംഭവം ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടേ നിൽക്കുകയായിരുന്നു. അതിനുള്ള ഉത്തരം കിട്ടിയത് ഫസ്റ്റ് ഡേ. ഇപ്പം എൻ്റെ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ഡേ അവർക്ക് കിട്ടിയെന്ന് പറയും. ഇപ്പം നമ്മൾ പ്രോഗ്രാം ഫസ്റ്റ് ഡേയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു ഏരിയ ഇറ്റ്സ് സ്പിരിച്വാലിറ്റി മീൻസ് നമ്മൾ ഇന്ന മതം എന്ന് ബേസ് ചെയ്ത് പറയില്ല. ബട്ട് നമ്മളെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി, ഇപ്പം ഞാൻ പറയുമല്ലോ, നമ്മളെ തന്നെ ഉള്ളിലുള്ളൊരു യഥാർത്ഥ കഴിവുണ്ട്. ഇപ്പം പടച്ചോൻ എവിടെ, അല്ലെങ്കിൽ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട് മനുഷ്യരുടെ മനസ്സിനുള്ളിലാണ്, അല്ലെങ്കിൽ തൊണ്ടക്കുയോളം അടുത്തിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതെവിടെ, നമ്മളെ ഉള്ളിലാണ്. അപ്പം നമ്മൾ ഏരിയയിലാണ്. നമ്മളായിട്ടൊരു കണക്ഷൻ അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫ്രീ ആവുന്നുണ്ട്. ആ ഒരു ഹുക്ക് കിട്ടിയ പോലൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ജുനൈസിനോടൊന്ന് കണക്ട് ചെയ്ത് ചോദിക്കാണ്. കണക്ട് ചെയ്തിട്ടൊന്നല്ല, യു ഹാവ് എ വണ്ടർഫുൾ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി ബിഹൈൻഡ് ബീയിങ് എ കോച്ച്. ഞാൻ ഇന്നലെയാണ് പെട്ടെന്ന് അതിൻ്റെ ഒരു സംഭവം ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയായത്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യോ, ഫ്രം ഡ്രീമിങ് ടു ബിക്കമിങ് എ കോച്ച് എന്നുള്ളതിൻ്റെ ഒരു സംഭവം. നമ്മൾ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ഈ ഒരു ഏരിയയിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് നമ്മളോട് പറയുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങളെ കയ്യിൽ ഇപ്പം എന്തുണ്ടെന്നൊന്നും നോക്കരുത്, നിങ്ങൾ ഇറങ്ങുക, ആഗ്രഹം തീവ്രമാക്കുക. സാന്റിയാഗോ പറയുന്ന പോലെ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് ഹാപ്പൻ എന്ന് പറയും. അങ്ങനെ ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണ്, ചെറിയൊരു ഏരിയ കിട്ടി, കോച്ചിങ് ട്രെയിനിങ്, ഈ ഒരു ഏരിയ കിട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന് വലുതാണ് അല്ല അങ്ങനെയല്ല, ഫസ്റ്റ് ആയിട്ട് ഗൈഡ് പറയുന്ന പോലെ GC ഒരു LKG എന്ന് പറയുന്ന പോലെ ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ സംഭവമാണ് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ. ഓക്കെ, ഞാൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാവരും മെജോറിറ്റി ആളുകളും ആ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് വേണം കേട്ടോ, ഡെഫിനറ്റ്ലി വേണമെന്ന് വിചാരിച്ചിട്ട് നിർബന്ധമല്ല. ബട്ട് ഡെഫിനറ്റ്ലി നമ്മള് ഇപ്പം സക്സസ്ഫുൾ ആയി എന്നല്ല, എന്നാലും ലൈഫിൽ നല്ല സൂപ്പർബായിട്ട് ലീഡ് ചെയ്യുന്ന ആളുകളെ ഇപ്പം ബിസിനസ്സിലും അല്ലെങ്കിൽ കരിയറിലും നമ്മളെ APJ അബ്ദുൽ കലാം സാറ്, മഹാത്മാഗാന്ധി, ഇവരൊക്കെ എടുത്ത് പഠിച്ചു നോക്കുക. ഇവരൊക്കെ ലൈഫിൽ ഒരു സ്ട്രഗ്ലിംഗ് പോയിന്റ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി അവിടെയൊക്കെ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിളും നമുക്ക് അവിടെയും ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ലൈഫിലും നല്ലപോലെ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ള ഒരു മൊമെന്റിൽ തന്നെയാണ് GCTP എന്നുള്ളൊരു സംഭവം ചൂസ് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള ആളുകൾ ചൂസ് ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് ഞാൻ ദുബായ് GCTP ചൂസ് ചെയ്തതിൻ്റെ പിന്നിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ സ്റ്റോറി. ഗൈഡിനെ മീറ്റ് ചെയ്തു 2022 ഡിസംബർ 25 മീറ്റ് ചെയ്ത സമയത്ത് ഗൈഡിനോട് ഞാൻ പറഞ്ഞ 3 കൺസേൺസ്, 3 പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു, ഗൈഡ് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്. അപ്പൊ ഗൈഡ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു 3 പ്രശ്നം. ജസ്റ്റ് സെക്കൻഡ്, കോച്ചിങ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഡ്രീം ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന വലിയൊരു ലെസൺ ആണ്. ബിയോണ്ട് റിയാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സംഭവിക്കുക എന്നുള്ള ഒരു വൈ ഫാക്ടർ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ബിയോണ്ട് ദാറ്റ് എനി മാജിക് ക്യാൻ ഹാപ്പൻ അറ്റ് എനി മൊമെന്റ് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളും കൂടെയാണ് ഈ സ്റ്റോറി. സോ സമർപ്പിക്കുന്നു. ഓക്കെ, അപ്പം ഈ സ്റ്റോറിയിലേക്ക് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ പോലെ ഗൈഡിനെ മീറ്റ് ചെയ്തു. ആ സമയത്ത് ഗൈഡിനോട് ഞാൻ 3 പ്രോബ്ലംസ് പറഞ്ഞു. അത് 2 എണ്ണം എന്റെ പേഴ്സണൽ പ്രോബ്ലം, അത് ഞാനിവിടെ പറയുന്നില്ല. ഫസ്റ്റ് വൺ ഇസ് GCTP. ഗൈഡ് എനിക്ക് GCTP ചെയ്യണം, ബട്ട് എൻ്റെ കയ്യിൽ ഫൈനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടാണ്, പൈസ അല്ല. അങ്ങനെ തന്നെ പറഞ്ഞത്, ഗൈഡ് പൈസ അല്ല, പക്ഷെ എനിക്ക് GCTP ചെയ്യണം, കോച്ച് ആവണം. ആൻഡ് ഓൾസോ ഞാൻ ഈ സൗദിയിൽ പോവാണ്, ഡിസംബർ ലാസ്റ്റിൽ ഞാൻ സൗദിയിൽ പോവാണ്, ന്യൂ ഇയറിനാണ് ഞാൻ സൗദിയിൽ പോകുന്നത്. അങ്ങനെ സൗദിയിൽ പോവാണ്. അന്ന് GCTP ഇവിടെ മാത്രമേ ഉള്ളൂ, അതായത് കൊച്ചിയിൽ വെച്ചിട്ടാണ് GCTP, കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഗൈഡ് ഇങ്ങനെ ഞാനൊന്ന് പറഞ്ഞു, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഗൈഡ് ആ 3 പ്രശ്നം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് കുടിച്ചാൽ മതി, ഇതങ്ങോട്ട് കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ പോലെ 3 ഇങ്ങോട്ട് അരച്ച് കലക്കി ഇങ്ങ് തന്നു. അപ്പൊ ഗൈഡ് അന്ന് ഹോൾഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപാട് മെറ്റഫേഴ്സ് ഉണ്ടാവും. അപ്പൊ അത് തേങ്ങ ഗ്ലാസ് ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ടാവാം. ഓക്കെ, അപ്പം ഞാൻ ഗൈഡായിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്ന സമയത്ത്
ഗൈഡ് എന്നോട് പറഞ്ഞൊരു സംഭവം, മേ ബി ഞങ്ങൾ എന്ത് ചെയ്യും UAE വന്നിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ടീം മേ ബി നെക്സ്റ്റ് ഇയറിൽ UAE ഒരു GCTP ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഞാൻ സൗദിയിലെത്തി. ആഫ്റ്റർ ഇനി GCTP വേണം, നമ്മളെ ഉള്ളിൽ GCTP എന്നുള്ളൊരു ട്രെയിനിങ് എന്നുള്ളൊരു സംഭവം ഉള്ളിൽ കയറി. ഇനി അതിന് വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, ബാക്കി ഇതൊക്കെ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണല്ലോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തേങ്ങയുടെ എക്സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം. നമ്മൾ എൻഡ് റിസൾട്ട് കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം അല്ലെങ്കിൽ ആ ഒരു കാമ്പ് കണ്ടിട്ടാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എവറിത്തിങ് ഈസ് ഈസി. ചെയ്യുന്നത് ടഫായിരിക്കും, ചിലപ്പോൾ 12 hour വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ടാവും, ബട്ട് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുപോലെ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി മെറ്റഫർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇടക്കിടക്ക് ഇങ്ങനെ അന്ന് ഞാൻ സൗദിയിൽ എത്തിയ മൊമെന്റ് ആണ്. അപ്പോൾ എനിക്ക് അവിടുത്തെ ഏരിയാസ് ഞാൻ കുറച്ചൊരു ഉള്ളോട്ടുള്ള, ഇപ്പോൾ നമ്മളെപ്പോഴും പറയും ദുബായ് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ബുർജ് ഖലീഫ ബാക്കിയുള്ളതൊക്കെയാണ് നമ്മൾ കണ്ണിൽ വരിക, അല്ലെങ്കിൽ നമ്മൾ റീൽസിലൊക്കെ ഉണ്ട്. ബട്ട് ബിഹൈൻഡിൽ ഒരു ദുബായ് ഉണ്ട്. ഓക്കെ, എക്സാക്ട്ലി മരുഭൂമി, നമ്മളവിടെ സഫർ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ദുബായ് ഉണ്ട്. അതുപോലെ ഒരു ഏരിയയിലാണ് ഞാൻ എത്തിപ്പെട്ടത്. ഓക്കെ, ആൻഡ് ആ അറ്റ്മോസ്ഫിയറിൽ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അന്ന് എന്ത് ചെയ്യാണ്, ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയാണ്. ഞാൻ ഇന്ന് ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട്, ബട്ട് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഷോ ചെയ്യായിരുന്നു. അപ്പം ആ സർട്ടിഫിക്കറ്റ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടുത്ത് അന്ന് ഞാൻ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാൻ അതിൽ സ്റ്റിക്ക് ചെയ്തു. ദെൻ അതിൽ ഞാൻ എൻ്റെ പേര് എഴുതി, ഇന്ന് താഴത്തെ ഡെസിഗ്നേഷൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ഹിപ്നോട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ലാംഗ്വേജിലൊക്കെ എഴുതി. ആൻഡ് അതിൻ്റെ അവസാനം സൈൻ ചെയ്യണമല്ലോ, സർട്ടിഫിക്കറ്റിൽ സൈൻ ചെയ്യുക, ഗൈഡാണ് സൈൻ ചെയ്യുക. അപ്പം ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സൈൻ ചെയ്തു. എൻ്റെ സൈനൊക്കെ അല്ല, ഞാൻ എൻ്റെ ഒപ്പം ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, അടിയിൽ ഡേറ്റ് എഴുതി. എൻ്റെ ഒപ്പിൻ്റെ താഴെ ഡേറ്റ് ചെയ്താലൊരു സ്പേസ് ഉണ്ടാവും. അവിടെ ഞാൻ എഴുതിയ ഡേറ്റ് ഏതാന്ന് വെച്ചാൽ November 1, 2023. ഈ ഡേറ്റ് ആണ് ഞാൻ എഴുതിയത്. ഈ ഡേറ്റ് ശ്രദ്ധിക്കണം കേട്ടോ, ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരും. അപ്പം November 1, 2023 ആണ് ഞാൻ ഡേറ്റ് എഴുതിയത്. ഈ ഡേറ്റ് എഴുതി ഇത് ഞാൻ മാറ്റി വെച്ചു. എൻ്റെ ടേബിളിൽ ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണാം. ആ സമയത്താണ്, ഇപ്പം അറിയാലോ നമ്മളെ മെന്റേഴ്സ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. ജുനൈസ് കയറുന്നില്ലേ, GCTP ഇവിടെ നെക്സ്റ്റ് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ജൂലൈ 11th ബാച്ചാണ്, കയറുന്നില്ലേന്ന്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഈ നെക്സ്റ്റ് തന്നെ തുടങ്ങാൽ, ഇപ്പം തന്നെ കയറിയാലോ. അപ്പം ഞാൻ വെൽ പ്ലാൻഡായി എന്ത് ചെയ്തു, ജൂലൈയിലേക്ക് തന്നെ കയറണം. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ജൂലൈയിലേക്ക് തന്നെ ഞാൻ കയറാനുള്ള ഇൻറ്റൻഷനിൽ ബാക്കി കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളും അതിൻ്റെ മണി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, ബട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു GC കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു, സെറ്റ് ചെയ്തു, കറക്റ്റ് നടക്കണം എന്നൊക്കെ വിചാരിച്ച് നടന്നില്ലെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങോട്ട് താഴോട്ട് പോകില്ല. ഓക്കെ, ഇറ്റ്സ് സംതിങ് ഫോർ എ ഗുഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ആക്ഷൻ എടുത്തിട്ട് അത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സംതിങ് ഫോർ എ ഗുഡ് എന്നുള്ളൊരു എലമെന്റിൽ നിൽക്കും. അപ്പം ഞാനിങ്ങനെ നെക്സ്റ്റ് എന്നാ വരുന്നത് എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഗൈഡ് എന്ത് ചെയ്യുന്നത്, ദുബായ് GCTP അനൗൺസ് ചെയ്യുന്നത്. ദുബായ് GCTP അനൗൺസ് ചെയ്തു, ബട്ട് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ദുബായ് GCTP അനൗൺസ് ചെയ്തു. അപ്പോൾ ഞാൻ അതിലേക്ക് കറക്റ്റായിട്ട് എൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ എൻഡിലേക്ക് വരുന്ന രീതിയിലേക്ക് ഇതാക്കി. അങ്ങനെ ഞാൻ സൗദിയിലുള്ള അവിടുന്ന് പോകാനുള്ള കാര്യങ്ങളും അതിലേക്ക് ഞാൻ എൻ്റെ ഫുൾ എഫേർട്ട്, ആദ്യമായിട്ട് ഇപ്പോൾ പറയുന്ന ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും അറിഞ്ഞോ അറിയാതെയോ അറിയുന്ന രീതിയിലൊക്കെ എടുത്ത് ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പം എൻ്റെ കയ്യിലൊരു വാളുണ്ട്, എന്നെ ഒരു യുദ്ധത്തിന് ഇറക്കി വിടുകയാണെങ്കിൽ ഈ വാൾ എങ്ങനെ പയറ്റണമെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ കൂടി എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മനുഷ്യരും എൻഡിൽ ഫുൾ പവർ എടുക്കും. സർവൈവൽ മോഡ് ഓൺ ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റ് മോഡൊക്കെ ഓൺ ആക്കിയിട്ട് ഉറങ്ങുന്ന പോലെ എല്ലാ മോഡും ഓൺ ആക്കിയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ മോഡും ഓൺ ആക്കിയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാനിത് ക്രിയേറ്റ് ചെയ്യുന്നത് ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിലാണ്, ഞാൻ സൗദിയിൽ എത്തിയ ടൈമിലാണ്. ആ സമയത്ത് ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഞാൻ എൻ്റെ GCTP കഴിഞ്ഞു. ദുബായിൽ വെച്ചിട്ട് GCTP ഒക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ കറന്റ് എൻ്റെ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഇറ്റ്സ് November 3. ഓക്കെ, നിയർലി പോയിന്റ് ആണ്. ബട്ട് അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞ ഡേറ്റ് വെച്ചിട്ടാണ് GCTP പോയതെന്നുണ്ടെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഡേറ്റ് November 1 ആയിരുന്നു. എങ്ങനെ ജുനൈസിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന കാലിക്കറ്റ് ഇരിക്കുന്ന ഗൈഡ് എങ്ങനെ ജുനൈസിന് വേണ്ടിയിട്ട് കറക്റ്റ് ഡേറ്റിൽ GCTP അനൗൺസ് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ സമയത്ത്. അപ്പോൾ അവിടെ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു പവർ, ഒരു യൂണിവേഴ്സൽ പവർ എന്നൊക്കെ പറയുന്ന പോലെ എന്നെ കൊണ്ടൊരു ഡേറ്റ് അവിടെ എഴുതിപ്പിക്കുന്നത് ആരാണോ അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഗൈഡിനെ കൊണ്ടും ഈ ഒരു ഡേറ്റ് ചൂസ് ചെയ്യിപ്പിക്കുന്നത്. ക്ലിയർ?
എന്നെ കൊണ്ട് നവംബർ 1 എഴുതിക്കോ ജുനൈസ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഗൈഡിനെ വിളിച്ചിട്ട് ഡോക്ടർ അദ്നാൻ ഹദി ചൂസ് ദിസ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഗൈഡ് എന്ത് ചെയ്യാണ് കറക്റ്റ് ആ ഡേറ്റിലേക്ക്. അപ്പം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിലേക്ക് നമ്മളത് സമർപ്പിച്ചിട്ട് നമ്മളെ ഫുൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ ഇറ്റ്സ് വിൽ വർക്ക്. അതെനിക്ക് ഭയങ്കര റിലേറ്റബിൾ. ഞാനും അറ്റ് ദ വെരി കോർ നമ്മൾ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന കുറേ വാല്യൂസ് ഉണ്ടാവുമല്ലോ, നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അതേപോലെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു സംഭവത്തിൻ്റെ ചെറിയൊരു എസൻസ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തീവ്രമായിട്ട് വരുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം നേടിയെടുക്കണമല്ലോ, അല്ലെങ്കിൽ ഒന്നാലോചിക്ക് ഇതുപോലെ എത്ര കോടാനുകൂടി ജനങ്ങളുണ്ട് ഈ ലോകത്ത്, നമുക്ക് മാത്രം എന്താ ഒരു സംഭവത്തിനോട് ഇത്ര ക്രേവിംഗ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. വൈ ഡു ഐ നീഡ് ദിസ്? ഇപ്പൊ തൊട്ടപ്പുറത്ത് വേറെ കുറെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്, അവർക്ക് തോന്നാത്ത എനിക്ക് എന്തുകൊണ്ടാന്ന് വെക്കുമ്പോൾ ദാറ്റ് ഈസ് ആർ കോളിംഗ്. പക്ഷെ അതിനെ പലർക്കും ട്രസ്റ്റ് ചെയ്യാനും അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് കേജ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന പോലെയാണ് പലരുടെ ലൈഫ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം വെൻ ഇറ്റ് കംസ് ടു ദിസ്, നമ്മൾ ആൽക്കമിസ്റ്റിലും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിലേക്ക് തീവ്രമായിട്ടൊരു ആഗ്രഹം ഇട്ട് പ്രപഞ്ചം ഇട്ട് തരുന്നത് നമ്മുടെ നിയോഗത്തിലേക്ക് നമ്മൾ എത്തിക്കാനുള്ളതിന്റെ ചില സ്റ്റെപ്സ് ആണെന്നുള്ളത്. അപ്പൊ ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര രസമായിട്ട് അത് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഇൻഡിക്കേഷൻസ് തരാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ദൈവമേ എനിക്കൊരു 10 ലക്ഷം രൂപ തരണേ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു വിചാരിക്കുക. പിറ്റേ ദിവസം രാവിലെ പടച്ചോനെ എനിക്ക് 10 ലക്ഷത്തിന്റെ ചെക്ക് ചെയ്തിട്ട് ജുനൈസ് എന്ന എന്റെ വീട്ടിൽ നിന്നിട്ട് ദൈവം ഒരിക്കലും തരാൻ പറ്റൂല. അവിടെ ദൈവത്തിനുള്ള ഒരു പോസിബിലിറ്റി, അല്ലെങ്കിൽ ദൈവം നമുക്കത് തരുന്ന എങ്ങനെയാ വെച്ചാൽ ഒന്നെങ്കിൽ എന്റെ ചിന്തകളിൽ അത് ഇട്ടുതരും, ഹൗ ക്യാൻ ഐ മേക്ക് 10 ലക്ഷം, അല്ലെങ്കിൽ എന്റെ കൂടെ ഇരിക്കുന്ന ഇസ്മായിൽ ഉസ്താദിന് ഒരു ഐഡിയ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇസ്മായിൽ ഉസ്താദ് എന്റെ അടുത്ത് വന്നിട്ട് പറയും, ജുനൈസ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇതിന്റെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും? 10 ലക്ഷം. ഓക്കെ, അപ്പം എൻ്റെ 10 ലക്ഷം മേ ബി വർക്ക് ചെയ്യുന്നത് എൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളിലൂടെ, എൻ്റെ സറൗണ്ട്സിലുള്ള ആളുകളിലൂടെ, അല്ലെങ്കിൽ എൻ്റെ ചിന്തകളിലൂടെ ആയിരിക്കും. അപ്പം നമ്മളെ ഫോക്കസ് എപ്പോഴും നമ്മളെ ചിന്തകളിലും നമ്മളെ സറൗണ്ട്സിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് പ്രശ്നങ്ങളിലാണെങ്കിൽ കൂടി നമ്മൾ പറയും പ്രശ്നങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആണെന്നൊക്കെ പറയും. ബട്ട് അതിൻ്റെ ഒക്കെ എസെൻസ് എന്ന് പറയുന്നത് ആ ഒരു ഗിഫ്റ്റ് എന്നൊക്കെ നമ്മളുള്ളിൽ വരണമെങ്കിൽ നമുക്ക് ആ ഒരു സ്പിരിച്വാലിറ്റി കണക്ട് ചെയ്യണം കേട്ടോ. ആ സ്പിരിച്വാലിറ്റി ഹുക്കിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പ്രശ്നം മേ ബി എനിക്ക് എൻ്റെ ദൈവം പടച്ചോൻ എന്തോ ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നതായിരിക്കും എന്നൊക്കെ ചിന്തകളിൽ അത് വരണമെന്നുണ്ടെങ്കിൽ വി നീഡ് സ്പിരിച്വാലിറ്റി നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് സംഭവിക്കുന്ന എല്ലാം നമ്മളെ ഇവോൾവ്മെന്റിന്, നമ്മുടെ എവല്യൂഷന്, നമ്മുടെ പേർപ്പസിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള ഒരു ട്രൂത്ത്, അതിനെ നമ്മൾ സ്വയം റിമൈൻഡ് ചെയ്തുകൊണ്ട് നിൽക്കാന്നുള്ളത് ബ്യൂട്ടിഫുൾ. അപ്പം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും നമ്മൾ തുടക്കത്തിൽ പറയുമ്പോഴത്തേക്കും പല പോയിന്റിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജേർണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സെറ്റ് ബാക്സും ഫെയിലിയേഴ്സും, എന്നാൽ അതിന് കൂടെ നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളും എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചർ ഓഫ് ലൈഫാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൗ ഡു യു ഹാൻഡിൽ ഫെയിലിയേഴ്സ്, അല്ലെങ്കിൽ ഹൗ ഡു യു, ഇപ്പോൾ കോച്ചിങ് ബേസിസിൽ പ്രത്യേകിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു പുതുതായിട്ട് നിങ്ങൾ ആഗ്രഹത്തിൻ്റെ പുറത്തും കൂടെ അത് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് വരുന്ന ഇത്തരം ചാലഞ്ചസിനെയും സെറ്റ് ബാക്സിനെയൊക്കെ ഫേസ് ചെയ്യുന്നു എന്നൊന്ന് ഷെയർ ചെയ്യാമോ? ഇതിൽ ഞാനൊരു പൊതുവരെ മെറ്റഫറല്ല പറഞ്ഞത്, അടിസ്ഥാനത്തിൽ ഒരു സംഭവം പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ കുട്ടികളെടുത്ത് നോക്കിയാലേ ഇപ്പോൾ നടക്കാൻ പഠിക്കണ തന്നെ ഒരുപാട് വീണിട്ടാന്ന് പറയും. ആ ലെവലിക്കൊക്കെ ഞാൻ കണക്ട് ചെയ്യല്. അത് ഈ ഒരു മേഖലയ്ക്ക് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താ ഇപ്പോൾ ഇവിടെ അവിടെ തന്നെ ഇരുന്നു ഒരു ഫെയിലിങ് കാര്യങ്ങൾ വരികയെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇപ്പോൾ നമുക്കതൊരു ചാൻസ് ആയിട്ട് എടുക്കും. ഇതല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആ സംഭവം തന്നെ ശരിക്കും നമ്മൾ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ജസ്റ്റ് അതിന്റെ വേർഡ്സ് അല്ലല്ലോ, അതിന്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ജീവിതവുമായി ടച്ച് ചെയ്യാൻ നോക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തർക്കും ആ രീതിയിലുണ്ടാവും. ഇപ്പൊ ഞാൻ ആ ലെവലിലേക്കാണ് എടുക്കല്. ഇപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്താ ഇപ്പോൾ ഒരു കോഴ്സ് ആണെങ്കിൽ കൂടി അത് ജസ്റ്റ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സബ്മിറ്റിന് ശേഷമുള്ള ഒരു ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് എനിക്ക് മൈൻഡിൽ വന്നിട്ടുള്ളത് ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കുന്നില്ല. തലേ ദിവസം ഞാൻ ഗൈഡിന്റെ ഡയറക്റ്റ് സ്വപ്നത്തിൽ കണ്ട സമയത്ത് അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ്, ഇത് കേൾക്കുന്ന ആളുകൾ എത്രത്തോളം വിശ്വസിക്കുന്ന അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു റിയാലിറ്റി സംഭവിച്ചിട്ടുണ്ട്. ഞാനത് മെന്ററിനോട് ഷിയാസിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് തോട്ട് വരുന്നത്, പിറ്റേ ദിവസം ആളുകൾ കണക്ട് ചെയ്യുന്നു, സ്പോട്ടിലാണ് ക്ലോസ് ആകുന്നത്. അന്ന് വരെ എനിക്ക് ആ ചിന്തയല്ല, അത് മീൻസ് ആ ഗൈഡൻസ് ഇതിലൂടെ വരെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് വീട്ടിലാണെങ്കിൽ കൂടി ഇവിടെ കണക്റ്റഡ് ആണ്. അപ്പോൾ അവിടുന്ന് ഗൈഡൻസ് കിട്ടുകയാണ്, നമുക്ക് അവിടുന്ന് വരെ പിക്ക് ചെയ്ത് എടുക്കാൻ പറ്റുകയാണ്. അപ്പോൾ ഫെയിലിയർ ഈ രീതിയിലാണ് എന്ത് ചെയ്യല് ഞാൻ നോക്കിക്കാണല്ലേ. ഇപ്പോൾ അത് എൻ്റെ കൂടെ ഒരു 9 കുട്ടികളുണ്ട്. ഇപ്പോൾ ഗൈഡ് കാട്ടിയ പോലെ തന്നെ ഒരു മെന്റേഴ്സിനൊക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്ത് വരികയാണ്. അത് ഔട്ട് ചെയ്തിട്ടില്ല, ഇൻഷാല്ലാ വൈകാതെ തന്നെ ഔട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ
അപ്പോൾ എനിക്ക് ഇരിക്കാനൊരു പ്രത്യേക സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറയുന്നത്, ഇപ്പോൾ അവർ 9ാം ക്ലാസ് 10 +1 +2 ഒക്കെ ഉള്ള കുട്ടികളാണ്. അപ്പോൾ ഒരു ഈ ഗൈഡ് എപ്പോഴും പറയല്ലോ വിസ്ഡം കേൾക്കാൻ ഒരു റെഡിയാണ്. ഇപ്പം ഇന്നലെ വരെ എനിക്ക് കൂടെ വന്നിട്ടുണ്ട്, ഇന്ന് ക്ലാസ് വെക്കല്ലേ. സാധാരണ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ സാധാരണ എന്താ ചിന്തിക്കുക, ഒന്നൊരു ഫ്രീ ഫയർ കളിക്കാനോ അല്ലെങ്കിൽ ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് ചിന്തിക്കുക. പക്ഷെ അവരോട് പറയാണ് ഇന്ന് സെഷൻ ഉണ്ട്, ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു റെഡിയാണ് അവിടെ വന്നിരിക്കാൻ. അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പർപ്പസ്, അതിലേക്ക് നമ്മൾ എത്തേ വേണം. ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഇന്നെ തന്നെ കുറച്ച് ആളുകൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൈഡിന് ടീമിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഗൈഡിനല്ലല്ലോ കണക്ട് ചെയ്യാം. പല ആളുകളും മെൻറ്റേഴ്സ് ത്രൂ ആണ് ഈ ഒരു കൊട്ടാരത്തിലേക്ക്. ഞാൻ എയ്ഡൻ വർക്സിനെ എപ്പോഴും കൊട്ടാരമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇപ്പോഴും എന്തുണ്ട്, കുറേ നിധി പേടകങ്ങൾ എന്തുണ്ട്, നിധികൾ ഉള്ള അറകൾ തുറക്കാനുണ്ട്. അത് മീൻസ് പബ്ലിക്കിനോ അതല്ലെങ്കിൽ കോച്ചസിന് തന്നെ മെൻറ്റേഴ്സിന് മാത്രം അറിയുന്ന എന്തുണ്ട്, കുറച്ച് നിധി അറകൾ ഇപ്പോഴും ആ കൊട്ടാരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ എങ്ങനെ പറഞ്ഞാലും ഈ ഗൈഡഡ് കോഡിനെ ഞാൻ ഉപമിക്കൽ സാധാരണ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തോടാണ്. ഒരു കോഡ് ഗൈഡ് അറിഞ്ഞോ അറിയാതെ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫെയിലിയറിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, ഇന്ന് അതിനൊക്കെ അവസരമായിട്ട് എടുക്കും. അവസരമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു വെറും വാക്ക് പറയാന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. നമുക്കിനി ഒരു ഫെയിലിയർ സംഭവിച്ചാൽ തന്നെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുക, വേറൊരു നിവൃത്തിയില്ല. കാരണം സംഭവിക്കാതെ സംഭവിച്ചു, എന്നിട്ട് മൂവ് ഓൺ ചെയ്യുക. ഇതിന് എന്തെങ്കിലും സംഭവം പഠിക്കാണ്ടാവുമല്ലോ, അത് എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ എൻ്റെ ലൈഫിലേക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയാൻ പറ്റുന്നുണ്ട്, പറയാൻ പറ്റാത്തൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെയാണ് ആ ലെവലിലേക്ക് എടുക്കൽ. ദാറ്റ്സ് ഗ്രേറ്റ്, സൂപ്പർ. ഇനി ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഒരു ജേർണീൻ്റെ അടുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് റിയലൈസേഷൻസ് ഉണ്ടാവും, ഒരുപാട് നിങ്ങൾ തന്നെ പഠിച്ചെടുത്തിട്ടുള്ള ലൈഫ് ലെസൺസ് ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി ടു അവർ ഓഡിയൻസ് എന്താണ് നിങ്ങൾക്ക് ഒരു ഫൈനൽ മെസ്സേജ് എന്നാണ്? എസ്പെഷ്യലി ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളവരുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ലൈഫിൽ റിയൽ സക്സസ്സിനെ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുണ്ട്, അവർക്ക് കൊടുക്കാനുള്ള നിങ്ങളുടെ ഫൈനൽ മെസ്സേജ് എന്താണെന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഫൈനൽ മെസ്സേജ് ആയിട്ടും ഇപ്പോൾ നേരത്തെ ഇസ്മായിൽ ഉസ്താദിനോട് ചോദിച്ചിട്ടുള്ള ഒരു സംഭവം കൂടി കണക്ട് ചെയ്തിട്ട് പറയാം. ഫെയിലിയർ ലൈഫിൽ അധികം ആളുകളും എന്താ പറയുക, പേടിക്കുന്ന, പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങാത്ത, പല കാര്യങ്ങളും ചെയ്യണം ബട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന അതിൽ നിന്ന് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുന്ന ഒരു സംഭവമാണ് ഫെയിലിയർ. ഇപ്പം ഞാൻ എങ്ങനെ ഫെയിലിയർ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അതിന് മുന്നേ ഇപ്പം നമ്മൾ പറയും ബൈ ബർത്ത് നമുക്ക് 2 പേടികളുള്ളത്, ഒന്ന് സൗണ്ടും അതുപോലെ തന്നെ ഉയരവും. ഹൈറ്റും ഒരു പേടിയാണ്, പെട്ടെന്നുള്ള സൗണ്ട് നമുക്ക് പേടിയാണ്. അതല്ലാതെ നമുക്ക് വരുന്ന ഈ സ്റ്റേജ് ഫിയർ, ഇരുട്ടത്ത് പേടി, അല്ലെങ്കിൽ ഇന്ന ഏരിയ പേടി, ഇന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പേടി, ഇതൊക്കെ നമുക്ക് വരുന്ന എവിടെന്ന് വെച്ചാൽ നമ്മളെ ഇന്നർ ചൈൽഡ് മുതലേ ഉണ്ടാകുന്ന ഒരുപാട് ട്രോമാസ് ആണ്. ആൻഡ് ഞാൻ എങ്ങനെ എൻ്റെ ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഹാൻഡിൽ ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ അതിനെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. 2 മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന്, അതിനെ കാൽക്കുലേറ്റ് ചെയ്യും. ഫെയിലിയർ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, കാൽക്കുലേറ്റ് മീൻസ് ഞാൻ ഫെയിലിയർ ആവും എന്നുള്ളതല്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഞാൻ ഇന്ന വഴി പോവുകയാണെങ്കിൽ ആ ഗ്ലാസ്സിൽ തട്ടും എന്നുള്ളൊരു പ്രഡിക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഇൻ കേസ് എനിക്ക് ഇവിടുന്ന് ഹാൻഡിൽ വളക്കാൻ പറ്റില്ല, തട്ടിയാൽ എനിക്ക് അതിന് സെക്കൻഡ് ഓപ്ഷൻ ഒരു പ്ലാൻ ബി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഓൾറെഡി ഇപ്പം ഞാൻ ഈ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഫൈനാൻഷ്യലി എനിക്ക് ഇന്ന ക്രൈസിസ് ഉണ്ടാവും, ഇന്ന ഏരിയാസ് ഉണ്ടാവും എന്ന് ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഫെയിലിയർ വരുന്ന സമയത്ത് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ സുഖമാണ്. ഒന്ന്. പിന്നെ എന്താ വെച്ചാൽ ഞാനതിൻ്റെ എൻഡ് റിസൾട്ട് കാണും. എൻഡ് റിസൾട്ട് ഇപ്പം നമ്മൾ പറയില്ലേ, ഞാനിപ്പം എന്ത് ചെയ്തു, വളരെ അത്യാവശ്യമായിട്ട് ബൈക്ക് എടുത്ത് പുറത്തു പോയി, ഹെൽമെറ്റ് ഇടാൻ മറന്നുപോയി. ഓക്കെ, അപ്പം എന്നെ പോലീസ് പിടിച്ചു. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും? അപ്പം പോലീസ് പിടിച്ചു എന്നുള്ളൊരു ഫിയർ അല്ലെങ്കിൽ ഒരു സംഭവം വരികയാണെങ്കിൽ ഞാൻ അവിടെ ചെയ്യാറുള്ളത്, ഇപ്പം പോലീസ് പിടിച്ചു, ഇറ്റ്സ് ഓക്കെ. പിന്നെ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താ, അതിൽ ഫൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ വണ്ടി അവർ സ്റ്റേഷനിൽ കൊണ്ടുപോകും. ഇങ്ങനെ അതിൻ്റെ ഒരു എൻഡ് നമ്മൾ കാണുകയാണെങ്കിൽ, ഫെയിലിയറിൻ്റെ ഒരു എൻഡ് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്ത് പ്രശ്നം ലൈഫിൽ വരികയാണെങ്കിലും അതിൻ്റെ എൻഡ് കാണുകയാണെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഈ ഫൈനൽ മെസ്സേജ് ആയിട്ട് ഇതുവരെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക ആൻഡ് നിങ്ങളായിട്ടിരിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ പോയിട്ടിരിക്കുക. ഓക്കെ, ഞാനൊരു മുന്നേ കേട്ടിട്ടുള്ളൊരു മെറ്റഫർ അല്ല, ഇറ്റ്സ് സോങ്, ബട്ട് ഞാനത് പാടിയാൽ മേ ബി പാട്ട്, നമ്മള് കവിത എന്നൊക്കെ പറയുന്ന പോലെ. കവിത അല്ലല്ലോ അതുകൊണ്ടോ? ഓക്കെ, അല്ല, ഞാനിങ്ങനെ കേട്ടിട്ടുള്ളൊരു സോങ് ഉണ്ട്. ഇതിന്റെ താളം നോക്കണ്ട, അതിന്റെ വരികൾ ഞാനിങ്ങനെ പറയാം. തന്നെ തിരിഞ്ഞാൽ തിരിഞ്ഞട, തന്നെ തിരിയും പൂതി വേണ്ടട, തന്നെ തിരുവാളർക്കായി കൊടുക്കട എന്ന് പറയുന്നൊരു
ഒരു ചെറിയൊരു ലൈൻ ഉണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ലൈഫിന്റെ ഒരു റിയൽ പേർപ്പസ് നമ്മളെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മളിവിടെ വന്നതിന്റെ നമ്മൾ പറയും ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ഇന്നിപ്പോ രാത്രി ഞാൻ കിടന്നുറങ്ങി രാവിലെ എണീക്കുന്ന സമയത്ത് ഞാനൊരു ഫ്ലൈറ്റിലാന്ന് വിചാരിക്കാം, ഒരു വിമാനത്തിൽ എൻ്റെ ഉള്ളിൽ വരുന്ന 3 ചോദ്യങ്ങളുണ്ട്. ഞാൻ എങ്ങനെ ഫ്ലൈറ്റിലെത്തി, ഞാൻ എന്തിന് ഫ്ലൈറ്റിലെത്തി, ഈ ഫ്ലൈറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ക്ലിയർ? ഞാൻ എങ്ങനെ ഫ്ലൈറ്റിലെത്തി, ഞാൻ ഈ ഫ്ലൈറ്റിൽ എന്തിനെത്തി, ഈ ഫ്ലൈറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഇതുപോലെ നമ്മളൊക്കെ നമ്മളെ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നല്ല നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയതിന് അപ്പോൾ ആ സമയത്ത് ഒരു ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് എടുത്തിട്ടതാണ്. ഓക്കെ, മെറ്റഫർ ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് അപ്പൊ അങ്ങനെ ഒരു മൊമെന്റിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങളാണ് എന്ത്, നമ്മളെ കോറായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാൻ എന്താണ്, ഞാൻ എങ്ങോട്ടാണ്, ഞാൻ എന്തിനാണ്? ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേ നിൽക്കും ചെറുപ്പകാലത്തിൽ കുട്ടികൾ. അതെന്താ, ഇതെന്താ, അതെന്താ, ഇതെന്താ എന്നൊക്കെ. ബട്ട് ആഫ്റ്റർ ഒരു സമയമാകുമ്പം നമ്മളെ പാരൻസും സറൗണ്ട്സും ഒക്കെ ഇതല്ല ഫോക്കസ്, SLC ഫോക്കസ്, +2 ഫോക്കസ്, ഡിഗ്രി ഫോക്കസ് എന്നൊക്കെ ഫോക്കസ് ആണ്. ബട്ട് റിയലി നമ്മളെ റിയൽ ഫോക്കസ് മാറ്റിയിട്ട് പല തവണകളായിട്ട് പല അവരേതായിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വിടുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസിൽ പോയിട്ടിരിക്കുക. അതായത് ഇപ്പം ഈ ഒരു കോട്ടിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആരായിരിക്കും? ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മന്റെ കൂടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഐ എം നോട്ട് എ കോച്ച്. ഓക്കെ, ഐ എം നോട്ട് എ മെറ്റഫർ ഗുരു. ഞാൻ ആരാണ്? എൻ്റെ ഉമ്മന്റെ ഫസ്റ്റ് ബേബി. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്നെ വീട്ടിൽ നിന്ന് റേഷൻ കടയിൽ വിടും, എന്നെ വീട്ടിൽ നിന്ന് ഇതാക്കും. അപ്പം ഞാനായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ അതും ഞാനല്ല. ഇറ്റ്സ് നോട്ട് റിയൽ മീ. ഞാനല്ല. ഓക്കെ, ഇത് മിക്കവാറും ഞാനല്ല. അപ്പം ഞാനല്ല ഇതെന്താ ജുനൈസ് പറയുന്നതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാ സൺഡേസും നമ്മളെ ടീം കണ്ടക്ട് ചെയ്യുന്ന ഒരു ഗൈഡ് ടോക്ക് ഉണ്ട്. അവിടെ ഫ്രീ ആയിട്ട് വന്നിരിക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വന്നിരിക്കാം. ഇത് നമ്മൾ ഭയങ്കര ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലൊന്നും ചെയ്ത് ഇറ്റ്സ് എ ഫ്രീ പ്രോഗ്രാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിരിക്കാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കാം. അങ്ങനെ ഞാനായിട്ടിരിക്കുന്ന ഒരു സ്പേസിൽ ഇരുന്നാൽ മാത്രമേ എൻ്റെ യഥാർത്ഥ ഈ 3 ക്വസ്റ്റ്യൻസ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനാണ്, ഞാൻ എങ്ങോട്ടാണ്, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇപ്പം നിങ്ങൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ട്രഗ്ലിങ്സ് ഒക്കെ നിങ്ങളെ ടേൺ ചെയ്യിക്കുന്നത് ഈ ഒരു 3 ക്വസ്റ്റ്യൻസിലേക്കായിരിക്കും. ഞാൻ എന്തിനാണ്, ഞാൻ എങ്ങോട്ടാണ്, അതുപോലെ തന്നെ ഞാൻ എന്തിനാണെന്നുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നോ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോബ്ലംസിനെ നല്ല വൃത്തിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് റിയലൈസ് ചെയ്യുന്നതോടുകൂടി പിന്നെ നിങ്ങളെ ലൈഫിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. കോച്ചിങ്ങിലേക്ക് വരൂ, അല്ലെങ്കിൽ നിങ്ങൾ GC-യിലേക്ക് വരൂ, ഏഡിയൻ ടോക്സിനെ പരിചയപ്പെടൂ, നിങ്ങൾക്ക് പിന്നെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊന്നും നമ്മളിവിടെ ആരോടും പറയാറില്ല. അങ്ങനെ ഒരാളും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ സ്പിരിച്വൽ ഗുരൂസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വേൾഡിൽ ഹൈയിലെത്തിയിട്ടുള്ള ആളുകൾ അവരൊക്കെ ഓരോ പ്രശ്നങ്ങളിലൂടെ വന്നത്. ബട്ട് നമ്മൾ എന്നോട് ചോദിക്കുന്ന ചില ആളുകളുണ്ട്, റിലേഷൻഷിപ്പൊക്കെ അടിപൊളിയായിട്ടാണോ പോകുന്നത്? ഓക്കെ, ബിസിനസ്സൊക്കെ അടിപൊളിയായിട്ട്. കാരണം ഞാൻ അവർക്കൊക്കെ സെഷൻസ് എടുത്ത് കൊടുക്കാറുണ്ട്. ബിസിനസ്, പാരന്റിങ് എന്നുള്ളത് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ബട്ട് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടില്ല. ആൻഡ് റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഇവർ ചോദിക്കാറുള്ളത് എങ്ങനെയാ വെച്ചാൽ ഇതൊക്കെ ഓക്കെ ആയിട്ടാണോ പോകുന്നത്? അപ്പം ഞാൻ പറയുന്നു കംപ്ലീറ്റ്ലി ഫൈൻ ആയിട്ടുള്ള പോകണം. ബട്ട് അതെനിക്ക് ഹാൻഡിൽ ചെയ്യാം. ഇപ്പം നമ്മൾ പറയും ഡോക്ടേഴ്സിന് പനി വരാതിരിക്കാൻ ഒരു പോസിബിലിറ്റി ഇല്ല. അവരും മനുഷ്യന്മാരാണ്, അവർക്കും പനിയും പല രോഗങ്ങളും വരും. ബട്ട് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മളെ പ്രോബ്ലം എന്തൊക്കെയാണ്, അത് ആ പ്രശ്നങ്ങൾ, ആ ചാലഞ്ചസിനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്ത് അതെങ്ങനെ ലൈഫിന്റെ ഗിഫ്റ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ചൂസ് ചെയ്തിട്ട് അവിടെ ഹോൾഡ് ഓൺ ചെയ്തിട്ട് അവിടെ സറണ്ടർ ചെയ്തിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ. താങ്ക് യു ജുനൈസ്. ഇതിൽ ജസ്റ്റ് ഒരു കാര്യം അഡീഷണലി ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മളെ സ്പേസിലിരിക്കുക, നമ്മളായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ പലർക്കും പലതാണ്. ഇപ്പം ചിലർക്ക് ആർട്ടായിരിക്കാം, ചിലർക്ക് പാട്ടായിരിക്കാം, ചിലർക്ക് ആക്ടിങ് ആയിരിക്കാം. എവ്രി വൺ ഹാസ് ദെയർ ഓൺ സ്പേസ്. ജുനൈസോട് ഷെയർ ചെയ്തിട്ടുള്ളത് ആൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും ജുനൈസ് എങ്ങനെയാണ് ജുനൈസ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു എലമെന്റ് ആണ്. അപ്പം ഇതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു എലമെന്റ് എന്താണെന്നുള്ളതിനെ ഫൈൻഡ് ചെയ്തിട്ട് ദാറ്റ് കുഡ് ബി ആർ കോർ അല്ലേ. അത് എല്ലാമല്ല, നമുക്ക് തുടങ്ങാനുള്ളതിൻ്റെ ഒരു കിക്ക് സ്റ്റാർട്ട് പോയിന്റ് മാത്രമായിരിക്കും. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ഭയങ്കര രസമായിരുന്നു. ഒരുപാട് പേരുണ്ട് ഇതേപോലെ നിങ്ങളെപ്പോലെ ഓൾറെഡി ഉള്ള കരിയറിനൊക്കെ സ്വിച്ച് ചെയ്തിട്ടും അല്ലാതെയൊക്കെ കോച്ചിങ് എന്നുള്ളതിനെ സ്വപ്നം കാണുന്നവർക്ക് അവർക്കൊക്കെ ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് എവ്രി വൺ, ആൻഡ് ദാറ്റ്സ് ഓൾ. സീ യു.